പഠിപ്പിച്ചു. ഈ ഉമ്മത്ത് നല്ല വിദ്യാസമ്പന്നരാകണം. ഞങ്ങളെ മക്ക പഠിക്കണു, ഞങ്ങളെ മക്കൾക്ക് ഡോക്ടറാവണോ, എഞ്ചിനീയർ ആവണോ. സമുദായത്തിന്റെ നന്മയുടെ നേതൃത്വം നമ്മുടെ മക്കൾക്കുണ്ടാകണം. മക്കൾക്ക് പഠിപ്പിച്ചു നോക്കുമ്പോ ഇന്ന് മക്കൾ ആരുടെയും കൺട്രോളിലില്ല. ഉമ്മക്ക് കൺട്രോൾ ആക്കാവില്ല, അപ്പ ചൊന്ന പോലെ കേക്കില്ല. എത്ര ചെറിയ 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 വിഷയത്തിന് പോലും എൽമേലുക മൊബൈൽ നോക്കിയെങ്കിൽ അത്ര ഉപ്പ പറഞ്ഞതിന് വേണ്ടി ടോയ്ലറ്റിൽ പോയി പിനായിലെടുത്ത് കുടിച്ച പൊന്നുമോള് നമ്മുടെ ജില്ലയിലാണ്. ഉമ്മാക്കും ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല, ഉപ്പക്കും ഒന്നും പറയാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മൾ മക്കളെ വളർത്താൻ പാടുള്ളതല്ല. മക്കളെ ശരിയായി വളർത്തണം. അവർ മദ്രസ പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു. മറ്റു സമുദായത്തിലെ പെൺമക്കൾ പോലും നാണിക്കുന്ന രൂപത്തിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞു, നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരുടെ അവസ്ഥയാണ്, ഉസ്താദ് ഞങ്ങളെ സമുദായത്തെ മക്ക റിക്ഷത്തുക്ക് പത്തിയണ്ട് കണ്ടെങ്കിൽ അങ്ങനെ സബ്ജക്ട്, അങ്ങനെ ചർച്ച, അങ്ങനെ പലക്ക കേൾക്കുമ്പത്തുകയെ അർസമുണ്ട്, ബേജാറാവിടു. അന്യ സമുദായത്തെ മക്ക ഞങ്ങൾ രക്ഷയിൽ ഭണ്ടാറും പത്തിയിട്ടില്ലോടത്തോളം ഒരു പലക്ക, ഒരു വേണ്ടാത്തത്, ഒരു അനാവശ്യക്ക അങ്ങനെ ബായിൽ വരാത്തപ്പ. ഈ സമുദായത്തെ ബുർക്കയിട്ട മക്ക എന്തേ ഇങ്ങനെ വാള് ജാസ്തിയായിട്ടാ, മദ്രസത്തെ പഠിപ്പ് ജാസ്തിയായിട്ടാ, ഉമ്മയുടെ സ്വഭാവ സരില്ലാത്തമ. എന്താണ് മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മക്കളെ ദീനിയായിട്ട് വളർത്തണം. അവർക്ക് ദീനിന്റെ മണമിട്ട് കൊടുക്കണം, അള്ളാന്റെ സ്നേഹമിട്ട് കൊടുക്കണം. പർച്ച പടച്ച റബ്ബറൊട്ടുള്ള പിർസ, കൃത്യമായ നിസ്കാര, അവരോടുള്ള നസീഹത്ത്, അവർക്കുള്ള പിരിസം എല്ലാം ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് കിട്ടേണ്ടതാണ്. ഐഫോൺ എടുത്തു കൊടുത്തത് കൊണ്ടോ, ലാപ്ടോപ്പുകൾ ഗിഫ്റ്റ് ചെയ്തത് കൊണ്ടോ, അവൾ നല്ല മാർക്ക് വാങ്ങിയത് കൊണ്ടോ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഉമ്മയും ഉപ്പയും ഏറ്റവും വലിയ ക്ലോസ് ഫ്രണ്ടായി. മകളുടെ മകന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ഉപ്പയാകണം, ഉമ്മയാകണം. അടുത്തിരുത്തണം, താലോലിക്കണം, അവരെ ഉമ്മ വെക്കണം, തമാശ പറയണം, ചോദിക്കണം, അറിയണം, അതെല്ലാം വേണം. നല്ലോണം ജാഗ്രതയുണ്ടാകണം. അതവർക്ക് കിരികിരി എന്ന് തോന്നാൻ പാടില്ല, അല്ലേ? മക്കളെയൊക്കെ കൗൺസിലിംഗ് ചെയ്യുമ്പോ ഒരേ മോളു അന്യ സമുദായത്തെ ചെറുക്കറൊട്ടുകു 4 വർഷത്തു അവൾക്ക് തീരാത്ത പ്രണയം, അല്ലേ? സമാക്കൊക്കെ വിളിച്ചിട്ട് കൗൺസിലിംഗ് ആക്കുമ്പോ, മോളെ നിന്റെ അബ്ബക്ക് നിന്റെ ഉമ്മക്ക് ഒരേ ഒരു മോളല്ലേ, നീ അബ്ബരൊട്ടുകു പിർസ കാട്ടണ്ടേ, ഉമ്മരൊട്ടുകു പിർസ കാട്ടണ്ടേ. ഈ പൊന്നുമോളുടെ അവളുടെ മറുപടി ആൻസർ, ഉസ്താദ് നണ്ടങ്ങക്ക് ആറാക്കില്ല, നണ്ടൊട്ടുകങ്ങക്ക് പിർസില്ല, നണ്ടൊട്ടുകങ്ങക്ക് പിർസില്ല, നണ്ടങ്ങ മൈണ്ടാക്കില്ല. ഈ രൂപത്തിൽ നമ്മുടെ മക്കളുടെ മനസ്സ് ആവാൻ പാടില്ല. നല്ലോണം മക്കളോടുള്ള കെയറിങ് നല്ലോണം ഉണ്ടാകണം, ജാഗ്രതയുണ്ടാകണം, സ്നേഹമുണ്ടാകണം, ഗിഫ്റ്റ് കൊടുക്കണം. സമയത്തിനും ഏജിനും അനുസരിച്ചു കൊണ്ടുള്ള സമ്മാനങ്ങളാകണം. കെട്ടിപ്പിടിക്കണം, അടുത്തിരുത്തണം, തലോടണം, ഒരുമിച്ചിരുന്ന്. കുടുംബജീവിതത്തിന്റെ സീക്രട്ടുകൾ മഹാന്മാര് പറയുന്നുണ്ട്. ഒരുമിച്ചിരുന്ന് ഒരേ സുപ്രയിൽ ഒരേ ടേബിളിമ്പുറത്ത് ഉമ്മയും ഉപ്പയും മക്കളും കുടുംബവും ഭക്ഷണം കഴിക്കണം, അല്ലേ? ഫുഡ് കഴിക്കുമ്പോ ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട്. മക്കള് വഴിതെറ്റാതിരിക്കാൻ, വൈഫ് വഴിതെറ്റാതിരിക്കാൻ, ഭർത്താവിന് മറ്റുള്ളവരോട് ഇഷ്ടം തോന്നാതിരിക്കാൻ ഒരുമിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും മക്കളും ഫുഡ് കഴിക്കുന്ന സമ്പ്രദായം ഉണ്ടാകണം. ഒട്ടുകുതച്ചിട്ടുള്ള അതൊരു ബറക്കത്ത്, ഒരു സന്തോഷ, ഒരു റാഹത്ത്. മൊബൈലെല്ലാം എടുത്തിട്ട് ഒരു വീഡിയോ നോക്കിരെ ഫുഡ് തിന്ന ടൈമാകുമ്പോ എല്ലാവരും മൊബൈലൊരു കുരിയലിട്ടിട്ട് സൈഡ്, ആർക്കും പിന്നെ മൊബൈലില്ല. ഈ പോലത്തെ ഒരു സംവിധാന ഞങ്ങൾക്ക് വേണം, അല്ലേ? ഇത് അബ്ബ വേരമേ ഫോണിൽ വണ്ടിയുണ്ട്, ഉമ്മ വേരമേ ഒരു സൈഡില്, മക്ക വേരമേ. ഇങ്ങനെ അവർ ഭിന്നിച്ചു പോയാൽ അവരുടെ മനസ്സുകൾ ഭിന്നിക്കുകയാണ്. ഭാര്യയുടെ മനസ്സ് ഭിന്നിക്കുന്നു, ഭർത്താവിന്റെ മനസ്സ് മാറുന്നു,
മക്കൾക്ക് ഈ ഉമ്മയും ഉപ്പയും വേണ്ടാന്ന് തോന്നുന്നു. ഒരുമിച്ചിരുന്ന് ഒട്ടുകുതച്ചിട്ടുള്ള ഫുഡ് എടുക്കற പോലത്തെ പരിസ്ഥിതി ഞങ്ങളെ ഒത്തുക വേണോ. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒട്ടുകുതച്ചിട്ട് ദ്വാരക്കട പോലത്തെ ഒരു പരിസ്ഥിതി വേണു. ഒരുമിച്ചിരുന്നിട്ട് ദ്വാരക്കണം. ആ ദ്വാരക്കുമ്പോ മക്കൾ ഭർത്താവിടെ പോലെ പഠിച്ചോനെ നന്റെ ഉമ്മ ഞങ്ങൾ കഷ്ടവന്നറ്, അബ്ബ കഷ്ടവന്നറ്, അങ്ങക്ക് ദ്വാരന്നിട്ട് പഠിച്ചോനെ ഞങ്ങളെ മക്കളെ നീ ഇങ്ങനെ മക്കൾക്കും ഉമ്മാക്കും ഉപ്പാക്കും ദ്വാരക്കുന്നത് ഈ മക്ക കേൾക്കുമ്പോ ആ മക്കക്ക് അല്ലേ പഠിച്ചോനെ നന്റെ മക്കൾക്ക് വേണായിട്ട് കഷ്ടവന്നോണ്ടുള്ള നന്റെ മക്കളെ സക്സസ് ആവും, അങ്ങനെ ലൈഫ് സക്സസ് ആവൂ, ലൈഫ് സെറ്റിൽ ആവൂ. ഇത് വേണായിട്ട് ജാവും പോലും ഉറക്കൊഞ്ഞ് കഷ്ടവന്നോണ്ടുള്ള റബ്ബേ മക്കളെ സ്വാലിഹീങ്ങളാക്കിത്ത. ഈ മക്കളെ ദൈപ്പാട്ടിട്ട് അബ്ബ ദ്വാരക്കുമ്പോ ഉമ്മ ദ്വാരക്കുമ്പോ ഈ മക്കളുടെ മനസ്സിലേക്ക് അത് കയറാതിരിക്കൂല. ഒരുമിച്ചിരുന്ന് ദ്വാരക്കണം. അങ്ങനെ ഒരുമിച്ചിരുന്ന് ദ്വാരക്കുമ്പോ അസ്സലാത്തുമാ ഒരുമിച്ചിട്ട് നിസ്കരിക്കണം. ഔത്തു നിസ്കരിക്കര ഉമ്മ പെൺമക്കളെ വിളിച്ചിട്ട് ബാ ഇമാം ജമാഅത്തായി നിസ്കരിക്കുക, ഒട്ടുകു നിസ്കരിക്കുക. ഈ മക്കളോട് കൂടെ നിസ്കരിക്കണം. പള്ളിയിൽ പോകുമ്പോ അബ്ബ മക്കളെയും വിളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നവരാകണം. അല്ലേ, അബ്ബ പള്ളിക്ക് പോകുന്നുണ്ട്, ആജാറ് പള്ളിക്ക് വരുന്നുണ്ട്. ആജാറ മോന് ബേജാറിൽ ഉറങ്ങിയിട്ടുണ്ട്, സുബഹിക്കണിക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല, ഹദ്ദാദില്ല, ദിക്റില്ല, സ്വലാത്തില്ല. നിസ്കരിച്ചെങ്ങന്റെ ഇല്ലെങ്ങന്റെ, പോയെങ്ങന്റെ പോയില്ലെങ്ങന്റെ, വന്നെങ്ങന്റെ വന്നില്ലെങ്ങന്റെ. അതാണ് വഅദിന്റെ സദസ്സിൽ ബാല്യക്കാറില്ല. ദിക്റിന്റെ സ്വലാത്തിന്റെ വൃദ്ധായുടെ മജ്ലിസുകളിൽ ബാല്യക്കാർ ചെറുപ്പക്കാരെ കാണാനില്ല. ബാലക്കാർ മക്ക ഇതെവിടെയുമില്ല. കളിയുടെ വേദിയില്, യൂട്യൂബില്, ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്കില്, ഓൺലൈൻ ഗെയിമില്, ബെറ്റിങ്ങില്, കള്ള ഹറാമായ ചില ട്രേഡിങ്ങുകളില് സുസൈഡ് ചെയ്യാൻ അവസരങ്ങൾ ഒരുക്കി വരുന്ന എന്തൊക്കെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, തടിയെ നശിപ്പിക്കാൻ പാടുള്ളതല്ല, ആത്മഹത്യ ചെയ്യാൻ, സുസൈഡ് ചെയ്യാൻ ഈ സമുദായത്തിലെ യുവതികളിലും യുവാക്കളിലും പണ്ട് കേട്ടിട്ടുണ്ടായിട്ടില്ല. പണ്ട് ഈ സമുദായത്തിൽ ആരും ആത്മഹത്യ ചെയ്യാറുണ്ടായിരുന്നില്ല. സുസൈഡ് അങ്ങനെ ഒരു തിങ്കേ ഈ സമുദായത്തിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് ലവ് ഫെയിലായി പോയാൽ, അതല്ല കഞ്ചാവിന്റെ പേരിൽ, അതല്ല റൗഡിസത്തിന്റെ പേരിൽ, അതല്ല മറ്റുള്ള ചില ഓൺലൈൻ ഗെയിമിലൂടെ, അതല്ല ഇന്നല്ലെങ്കിൽ നാളെ പണക്കാരനാകണം, പെട്ടെന്ന് പൈസക്കാരാവണം, അതിനു വേണ്ടി പോയി കടമായി നാട് വിടേണ്ട പരിസ്ഥിതി, അവസാനം സുസൈഡിൽ അവസാനിപ്പിക്കുന്ന ജീവിതമാണ്. MBBS പഠിച്ചു പാസ്സായ ഈ സമുദായത്തിലെ പൊന്നുമോള് 5 കൊല്ലത്തെ ലവ് പ്രണയം അവസാനം മങ്ങിലാവൂ. ആ ഡോക്ടറായോണ്ട് ഡിമാൻഡ് വെച്ച 1 കോടി ഉറുപ്പിടെ ആസ്തിക ഡിമാൻഡ് വെച്ചപ്പ ഈ പഠിച്ചിട്ട് ഡോക്ടറായ ഈ സമുദായത്തെ പെണ്ണ് ആത്മഹത്യയാക്കിയാൽ. പഠിപ്പുണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, തിരിച്ചറിവില്ല, അറിവുണ്ട്, തിരിച്ചറിവില്ല. ഈ 5 കൊല്ലത്തെ പ്രണയത്തിന്റെ റിസൾട്ട് എന്നാണോ ആ പെണ്ണ്, ആ കുടുംബത്തിന്റെ ആശ, ആ നാട്ടുകാരുടെ സന്തോഷം സുസൈഡിലൂടെ ജീവനൊടുക്കിയിട്ട്, ആത്മഹത്യയിലൂടെ ജീവനൊടുക്കിയിട്ട് ആ കുടുംബത്തിന്റെ ഇസ്സത്ത് അവൾ കെടുത്തിയില്ലേ. പൊന്നു ചെറുപ്പക്കാരെ, യുവതികളെ, യുവാക്കളെ, ഉമ്മാക്കും ഉപ്പാക്കും ശാപമാകരുത്. ഉമ്മയും ഉപ്പയും മക്കളെ നല്ലവണ്ണം നല്ലോണം ജാഗ്രതയോടെ സ്നേഹത്തോടെ മക്കളെ വളർത്തണം. ബാബാ ഫരീദുദ്ദീൻ മസൂദ് ഉജൂദ് ഹനി കഞ്ചുശക്കർ മഹാനവരുകളുടെ ഉമ്മ ഫരീദ ഔലിയ എന്ന് വിളിക്കാറുള്ള മഹാന്റെ ഉമ്മ. ആ ഉമ്മാക്കൊരേ ഒരു മകനാണ്. ആ മകനെ ഉമ്മ സുബഹി ബാങ്കായ ഉടനെ ഉമ്മ ഔത്തുൽ നിസ്കരിച്ചിട്ട് ഈ കിടാവുരെ വിളിച്ചോണ്ടോ പള്ളിരമുട്ട ഇമാം ജമാഅത്ത് വിളിച്ച വന്നിട്ട് ഒരു മർത്താർക്കിൽ സൈഡിൽ മോണ് നിസ്കരിച്ച് ബറോടത്തോല കാത്തു തെച്ചിട്ട്
ഈ ഉമ്മ ചെറിയ മോന്റെ ബൽത്തിയിട്ട് ആ ഉമ്മക്ക് ഒരേ ഒരു ആസ നന്റെ മോണ് ആലിമാവണു, നന്റെ മോണ് ദീന് പഠിക്കണു, നന്റെ മോണ് ഉപകാരപ്പെട്ട പോലത്തെ ദ്വാരക്കിടൊരു മോണാവണു. ആ മോന്റെ ബൽത്തിയ ഉമ്മ അവസാനം ബാബാ ഫരീദ് തങ്ങള് വലിയ മഹാനായി, ലോകത്ത് ചരിത്രം സൃഷ്ടിച്ച മഹാനായി. ആ ഉമ്മയുടെ ത്യാഗമാണ്. അതുകൊണ്ട് ഉമ്മ ഉപ്പ രണ്ടാളും മക്കളെ നല്ല വഴിയിൽ കൊണ്ടുപോകണം. മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആലോചിക്കണം. പൊന്നുമക്കളുടെ കയ്യിൽ സ്കൂട്ടി കൊടുത്തിട്ട് വിട്ട് അവർ എവിടെല്ലോ പോയി ആക്സിഡന്റിൽ പെട്ട് മരിച്ചു പോയാ ഷഹീദിന്റെ കൂലി കിട്ടൂല. അവരുടെ ഏജ് നോക്കണം. അവിടത്തെ നമ്മുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ നമ്മുടെ മക്കൾ അല്ലേ, മുട്ടെടുത്ത പറകൂ, പാലെടുത്ത പറകൂ, ചെറിയ മക്കളെ കയ്യിൽ സ്കൂട്ടി കൊടുത്തു വിട്ടെങ്കിൽ നന്റെ മോള് പോയി വേണ്ടാല് കോളേജ് കതിലേ പോണ്ടേ. എവിടെയെങ്കിലും അപകടത്തിൽ മരിച്ചു പോയാൽ, ഈ മക്കൾ അപകടത്തിൽ മരിച്ചു പോയാ ഉമ്മക്കും ബാപ്പാക്കും അതിന്റെ ശിക്ഷയുണ്ട്. അതുകൊണ്ട് നീട്ടിപ്പരത്തി പറയുന്നില്ല. മക്കളെ നല്ലോണം ജാഗ്രതയോടെ വളർത്തണം. നാളെ നിന്റെ മക്കളെ പറ്റിയിട്ട് അല്ലാഹു തആല മഹ്ശറിൽ ചോദിക്കും. നിന്റെ മക്കൾ ചെയ്ത എല്ലാ നന്മകൾക്കും നിനക്ക് കൂലിയുണ്ട്. നിന്റെ മക്കള് തിന്മ ചെയ്തു, ബെടക്ക് ചെയ്തു, ഹറാമ് ചെയ്തു, വേണ്ടാത്തരം ചെയ്തു, ഇത് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഞാൻ നല്ലവനാണ്, ഞാൻ ആജ്യാറാണ് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. വടകര മമ്മദാജ് പാപ്പാട് ഒരാള് പോയിട്ട് പറഞ്ഞു, വടകര മമ്മദാജ് പാപ്പ വലിയാണ്, മഹാനാണ്. ഓ മഹാനെ, എനിക്ക് മക്കളില്ല, ദ്വാരക്കണം. അദ്ദേഹം പറഞ്ഞു, നിന്റെ നാട്ടിൽ ഹജ്ജിന് പോകുന്നവരോട് നീ ദ്വാരപ്പിക്കണം. അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം നാട്ടിലേക്ക് വന്നു. ഔത്തുക വന്നിട്ട് ആ വർഷം ഹജ്ജിക്ക് പോണ്ടേ, ഹജ്ജിക്ക് ഭർത്തായ ആളിട്ട് പോയിട്ട് ആചാർന്നിങ് ഹജ്ജുകളിൽ പോയിട്ട് കഅബത്തവിടെ നക്കും നല്ല മക്കാവ വേണായിട്ട് നിങ്ങ ദ്വാരക്കണു, മക്കാവ വേണായിട്ട് ദ്വാരക്കണു. അപ്പ ഹജ്ജിക്ക് ഭർത്തായ മനുഷ്യ ഇതാ നാ ഒരു ബിസിയെ ചൊന്നോണ്ടുള്ളേ നക്കങ്ങാനും ഇസ്ലാമു ദീനില് മക്കളെ കൊല്ലുടെ പോലത്തെ ഒരു പരിസ്ഥിതി ഇന്നരെങ്ക് അങ്ങനെ നാ മനസ്സിൽ വിചാരിച്ചു പോയെ. മക്ക വേണ്ട, നിന്റെ മക്കളെ കൊണ്ടു നാ സോത്തുര, നക്ക് നിന്റെ മക്കളെ കൊണ്ട് ഇസ്സത്ത് പോയിര്, മക്കാവ വീണായിട്ട് നാനാറുകൊന്തു ആറക്കില്ല. അങ്ങനെ ചൊന്നപ്പോ ഈ മനസ്സ് കിണ്ടുകും മക്കായിട്ടില്ല. പക്ഷെ ആ മനസ്സിലൊരു ബേജാറിന്ത്, മക്ക ഇല്ലല്ലേ ഒരു ബേജാറ്. അയാള് ചൊല്ല സുറുവാക്കിട്ട് ആ ഹജ്ജ് പോണ്ടെ മനസ്സ എപ്പ നണ്ടൊട്ടുക്ക് ചൊന്നുറ, നന്റെ മക്കളെ കൊണ്ട് നാ സ്വത്ത് പോയിര, നക്ക് മക്ക വേണ്ടാണ്ട് വിചാരിച്ചിര, കൊല്ലുവാണ്ട് വിചാരിച്ച. ഇതെല്ലാം കേൾക്കുമ്പത്തുക ഈ മനസ്സ് ചൊല്ലറു നക്കയിൽ പിന്നെ മക്ക വേണോണ്ടൊരാസ വന്നിട്ടില്ല. ഇതുപോലെ ഉള്ള മക്കൾ ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല. ആൺമക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല, പെൺമക്കൾ ഉണ്ടായിട്ടും കാര്യമില്ല. നമുക്കൊക്കെ ഒരു വേർതിരിവുണ്ട്, ആണ് പെണ്ണ് അല്ലേ. ഇന്ന മക്കൾ ഇതില് ഞങ്ങൾക്കൊരു യാറ കൊറോടി കബാബ് പീസ് വെല്ലത് മോണുകു അല്ലേ, മോളുകു ചെറിയത്. പെൺമക്കളൊട്ടുകു ക്ലാസ് എടുക്കുമ്പോ എപ്പ കേട്ടെങ്കും ഉമ്മക്ക് ആറൊട്ട പിർസാണ്ട് കേട്ടെങ്കിൽ മൂത്തോണ്ടട്ട എല്ലൊണ്ടട്ട, ആൺമക്കളൊട്ടുകെ പിർസാണ്, അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനല്ല. ഉമ്മാക്കും ഉപ്പാക്കും എപ്പോഴും പിർസ പെൺമക്കളോട് തന്നെയാണ്. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ മങ്ങിലാവണം. മങ്ങിലായാൽ പിന്നെ അത് കറക്റ്റ് അറിയുന്ന എങ്ങനെ പെൺമക്കളോടാ പിരുസ, ആൺമക്കളോടാ പിരുസാൻ. ഏതുമാകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. മക്കൾക്ക് തോന്നണം ഉമ്മക്ക് നണ്ടിട്ടുക പിറുസമുണ്ടു, അബ്ബക്ക് നണ്ടിട്ടുക പിറുസമുണ്ടു. 7th പഠിക്കുന്ന മക്ക ഇന്ന് കഞ്ചാവിന്റെ പിന്നിലാണ്. എത്ര വയസ്സാണ്? 16 വയസ്സുള്ളൊരു മോള് വയറുവേദന കൊണ്ട് മാംഗ്ലൂരിൽ ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞ് 6 വർഷത്തെ പെണ്ണ്. എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ട് അവസാനം ഡോക്ടർ പറഞ്ഞത് അവളെ ഭയത്തിൽ ലഹരിയുണ്ടു അല്ലേ. ഇന്ന് ഗാഞ്ചയും മറ്റുള്ള ഒരുപാട് ലഹരികൾ, പേരൊന്നും പറയുന്നില്ല, കൂലിയുള്ള വിഷയമല്ലല്ലോ.
ആൺമക്കളും പെൺമക്കളും വഴിതെറ്റിയിട്ട് ഇന്ന് ലഹരി വസ്തു ഉപയോഗിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് മക്കളെ സൂക്ഷിച്ചില്ലെങ്കിൽ നാളെ മഹ്ശറയിലെത്തുമ്പോ റബ്ബനാ അല്ലാഹുരൊട്ടുക വിളിച്ചിട്ട് മക്ക സാപ്പ വയ്ക്കൊരു ടൈമുണ്ടോ, അല്ലാ അല്ലാ നാനിങ്ങനാവുകു കാരണം നന്റെ ഉമ്മ, നാനിങ്ങനാവുകു കാരണം നന്റെ അബ്ബ എന്നെങ്ങാനും മക്കൾ പറഞ്ഞു പോയാൽ ഈ മക്കളെ കൊണ്ടിട്ട് ഉമ്മയും ഉപ്പയും നരകത്തിൽ പോകുന്നൊരവസ്ഥ വന്നാൽ മഅദല്ലാ നഊദു ബില്ലാ, അല്ലാഹുവേ നീ കാക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കളോട് നല്ല പിരിസമുണ്ടാകണം അല്ലേ? ആൺമക്കൾക്കല്ല വേഗം മങ്ങിലാക്കി കൊടുക്കണം. ആൺമക്കൾക്ക് വേഗം മങ്ങിലാവണം. ഒരു 25 വയസ്സാകുമ്പോഴെങ്കിലും നമ്മുടെ ആൺമക്കളുടെ മംഗലം കഴിയണം. ഇപ്പൊ ഉമ്മക്ക് അബ്ബകല്ല ബേജാറ് യാറെ പെൺമക്കളെ വിഷയത്തില് ഓലുക്ക് എന്താക്കടി, ഓലുക്കൊരു മങ്ങിലാക്കണ്ടേ. മോണുണ്ട്, മോന്റെ വിഷയം ഉണ്ടാ, മോന്റെ വിഷയമേ ഇല്ല. എവിടെ പോയെങ്കും പാലക്കാർ വാതല്ലാക്കിയ പിന്നെ ഉസ്താദ് ആവട്ട് നിങ്ങൾ ഞങ്ങളെ ഓർമ്മയാക്കിയാറല്ലേ, ഉമ്മക്ക് ഓർമ്മയില്ലാന്ത് അബ്ബക്ക് ഓർമ്മയില്ലാന്ത് ഇത്ര ബൽനിറാണ്ട് അങ്ങ് വിഷയമേങ്ങൊന്നില്ല. പിന്നെ കേട്ടെങ്ക് ഇല്ലമ്മ ഉണക്ക് ബേസായിട്ടില്ല, ബൽനിര മാത്രാന്ന് തെങ്ക് ബലന പോലെ ബൽനിര മാത്രം ഉണക്ക് ബേസായിട്ടില്ലാണ് ഹൈക്കുന്ന ഒരു വാതിൽ ചൊന്ന് ബേസായിൽ പിന്നെ ബേസായിൽ പിന്നെ മങ്ങിലാക്കറല്ല, പിന്നെ മറിച്ചിട്ട് കബറിൽ കൊണ്ടേ കടത്തര, പിന്നെ മങ്ങിലാക്കില്ല. അപ്പൊ പെൺമക്കളെ കൊടുക്കുമ്പത്തുകു ചെറുക്ക ഏജ് എത്ര ഏജ് ತೊಂದರೆಯಿಲ್ಲ, ಏಜ್ ತೆಲ್ಲ ಯಾರಾವಂಟು ಓಲ್ಲ ಮೂತೋಣುಂಡು ಅದಿರಟ್ಟೆ 4 ಏಜ್ ಜಾಸ್ತಿ ಆಯ್ದುಂಡು ಅದು ಓರ್ಮೆಯಿಲ್ಲ ಹಬ್ಬಗೆ. മോളെ കൊടുക്കുമ്പത്തുകു ഏജ് ഭയങ്കര ബിസിയ, മോണ്ട മങ്ങിലാക്കുമ്പത്തുകു ഏജിന് വിഷയമില്ല. ആ രൂപത്തിലാവരുത്. ആണിനും പെണ്ണിനും ആ സ്നേഹം എന്നുള്ളത് ഉമ്മയിൽ നിന്ന് കിട്ടണം, ഉപ്പയിൽ നിന്ന് കിട്ടണം. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അതുകൊണ്ട് മക്കളെ നല്ല രൂപത്തിൽ വളർത്തണം. മക്കൾക്ക് ഹറാമുകളിലേക്ക് കാരണമാവരുത്. ചെറിയ മക്കളിൽ ഫോൺ കൊടുക്കരുത്. അവർ യൂട്യൂബിന്, മൊബൈലിന്, സോഷ്യൽ മീഡിയകൾക്ക് അവർ അടിമകളാകുന്ന പോലെ അല്ലേ. 3ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തത് കേട്ടിട്ടുണ്ട്. 6 വയസ്സുള്ള മോന് മൊബൈൽ ഫോണിന്റെ വിഷയത്തിൽ കേരളത്തിൽ ആത്മഹത്യ ചെയ്തത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മ ഒരുമിച്ചിരുന്ന് ഖുർആനോത്, ഒരുമിച്ച് നിസ്കരിപ്പിക്ക്, പൊന്നുമക്കൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്ക്. നമ്മുടെ മക്കൾക്ക് യൂസുഫ് നബിയുടെ ചരിത്രം അറിയില്ല, സുലൈമാൻ നബിയുടെ ചരിത്രം അറിയില്ല, മൂസാ നബിയുടെ ചരിത്രം അറിയില്ല, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിയുടെ ചരിത്രം അറിയില്ല. ഉമ്മ പറഞ്ഞു കൊടുക്ക്, ഉപ്പ പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ ചരിത്ര സംബന്ധമായ മറ്റുള്ള വിഷയങ്ങൾ പറഞ്ഞു കൊടുക്ക്. ഈ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് അല്ലാഹുവിന്റെ വഴിയിലുള്ള ദീനാണ്, ഇൽമാണ്. മറ്റൊന്ന് മഹബ്ബത്തെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ഉസ്താദ് പറഞ്ഞ പോലെ നബി തങ്ങളൊട്ടുള്ള പിർസ, ആ പിർസ നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും പ്രശ്നമില്ല. പിന്നെ മക്കള് വഴിതെറ്റൂല. മക്കള് സ്വലാത്ത് ചൊല്ലാൻ തുടങ്ങിയാൽ അല്ലെ, മക്കളെ കൽബിലേക്ക് മുത്ത് റസൂലുള്ള കടന്നു പോയാൽ പിന്നെ ആർക്കും പഴപ്പിക്കാൻ കഴിയൂല. സ്വലാത്തിലൂടെ രക്ഷക്കുള്ള വഴിയാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. സ്വലാത്ത് നല്ലോണം ചെല്ലാം. കൗണ്ടർ മാത്രം കയ്യിൽ പിടിച്ചങ്ങ് വയ്യാവല്ലേ അല്ലേ. ഓടിയോണ്ട് പോണ്ട് വേറെ ആളിട്ട് പോണ്ടേ പെൺമക്ക ആൺമക്കായ തസ്ബീ കൗണ്ടർ അതെന്തും ഉള്ളത് കൊണ്ടായില്ല. ഖൽബിലേക്ക് കടക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ മക്കൾ ചൊല്ലണം. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. കണ്ട ഈ മുത്താലിം മക്കല്ല മുണ്ടാസ് കെട്ടിയിട്ട് നല്ല മനോഹരമായ ഡ്രസ് ഇട്ടിട്ട് ആ മുത്താലിം മക്കൾക്ക് അവരുടെ ഉമ്മാക്ക് ഉപ്പാക്കൊരു ആസ, തന്റെ മോണ് പഠിച്ചിട്ടൊരു ആലിമാവണു. അതൊരു വലിയ ബറക്കത്താണ്. ഞാൻ പറഞ്ഞപ്പോ തന്നെ ഡോക്ടർ ഷേഖ് ബാവാജിയോട് ചോദിച്ചു എത്ര മുത്താലിം മക്ക ഉണ്ട്, ഫുഡ് എങ്ങനെ എല്ലാം അൽഹംദുലില്ലാ ഇവിടെ ഉത്തല്ല കൊടുത്തോണ്ടുള്ള ഭാര്യ നല്ല സഹക്കാർ അൽഹംദുലില്ലാ, അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. ഈ മുത്താലിം മക്കൾ നാടിന്റെ ബറക്കത്താണ്, നാടിന്റെ അഭിമാനമാണ്, നാടിന്റെ സന്തോഷമാണ്, ഖബറാളികൾക്ക് ആശ്വാസമാണ്. ഓരോ വീട്ടിലേക്കും ബറക്കത്താണ് മുത്തഅല്ലിം അല്ലേ. നമ്മളെ മക്കളെ പോലെ കാണണം മുത്തഅല്ലിം. ചിലർ അങ്ങനെ ഉണ്ട്,
എന്തൊരു ബാവ മുത്താലിമൊക്കെ തൂക്കുര വറക്ക് തൂക്കുര സുബൈക്ക് ജാഗു പോണെന്ന് കണ്ട് ഓതിയിട്ട് കിടന്ന് ഏതെങ്കിലും ഒരു മുത്താലിമു സുബൈക്ക് വറക്ക് തൂക്കി ഇതാവല്ല വറക്ക് തൂക്കുരൻ അങ്ങനെ ഓന്റെ മക്കമാ തൂക്കുരല്ല ഒല്ലി ഫലിച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ട് DBC ഇല്ല തപ്പിയിട്ടതല്ലേ അങ്ങനെല്ല ഫിത്തനാക്കുന്നവർ ഞമ്മാവോ തീര ഫിത്തുന മുത്താലി മക്കളെ ആക്കോ തീര കമ്മിറ്റിക്ക് ആക്കോ തീര റായത്തങ്ങളെ ആക്കോ തീര ആരെ ഫിത്തനാക്കാൻ പാടില്ല. മുത്താലിമീങ്ങൾ വലിയ ബറക്കത്താണ്, വലിയ കാവലാണ്. അല്ലാഹു തആല ദർസ് ഈ നാട്ടിൽ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി കൊടുക്കട്ടെ. ദർസിന്റെ മുത്താലിം മക്കൾക്ക് ഫുഡ് കൊടുക്കുന്നവർ അവർക്ക് റഹ്മത്തും റാഹത്തും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഇനിയും ഒരുപാട് മുത്താലിമീങ്ങൾ ഉണ്ടാകാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെയാണ്, വലിയ ബറക്കത്താണ്. മക്കള് ദീന് പഠിക്കൽ ബറക്കത്താണ്, കാവലാണ്. ഒന്ന് മയ്യത്ത് മരിച്ചാൽ അല്ലെ, ഉപ്പാന്റെ മയ്യത്തിനടുത്ത് വന്നിട്ട് മയ്യത്ത് നിസ്കരിക്കുന്ന മോൻ അല്ലേ, നമുക്കൊരാശയില്ലേ? മറിച്ച അബ്ബരെ മയ്യത്ത് നിസ്കരിക്കര പോലത്തെ ഒരു മോണും മരിച്ച ഉമ്മരെ മയ്യത്ത് കുളിപ്പാട്ടര പോലത്തെ ഒരു മോളും. അത് നമ്മുടെ ആശയാണ്, ആഗ്രഹമാണ്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. മയ്യത്ത് ഇതിനിടയിൽ ഗൾഫിടെ വന്ന ഒരു മോണു മയ്യത്ത് നിസ്കാരത്ത് കൈകെട്ടിയിട്ട് ഇന്ന പള്ളിയിൽ കൈകെട്ടിയിട്ട് 4 5 6 അല്ലാഹു നിപ്പട്ട വിഷയമേല്ലോണ് പെറോത്താറ ബൊബ്ബിട്ട് നിപ്പട്ടിയാൽ ഒന്ന് കേക്കറ 7 ആയിട്ടില്ലല്ലേ? 7 ഒന്ന് പെരുന്നാൾക്കന്ത ಬಂದ ഓർമ്മയുണ്ടോ? 7 വട്ട അല്ലാഹു അക്ബർ ആക്കിയത് 7 ആയിട്ടില്ല. എന്ത് ഗടിപിടി നാരവൻ പറയുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു പരിസ്ഥിതി ഗൊന്തുള്ള വിഷയം ഉസ്താദ് മോണുണ്ട് നിസ്കരിക്കോ? മോണുണ്ട് മുഞ്ഞാണ്ടൊരു പക്കത്ത് മോണുണ്ട്. ഇതാ കേട്ട ഗൊന്തുണ്ട ദിക്കർ ഗൊന്തുണ്ട ഔറത്ത് മറിച്ചരണ്ട് കേട്ട പിന്നെ വല്ല പേരോ അറിയാം. എങ്ങനെ ഈ അവസ്ഥയാണ്. ഗൊന്തുട്ടിലെ എന്ത് അങ്ങനത്തെ വിഷയൊന്നുമില്ല. മോണ് നിസ്കരിക്കരമേ ഉസ്താദിക്കറോടെ മോണുള്ളാണ്. മോണ്ടൊട്ടൊന്ന് ദ്വാരപ്പാട്ടി നോക്കാം. മൂന്നാമത്തെ അല്ലാഹു അക്ബർ ആക്കിയിട്ട് എന്ത് ചൊല്ലണു? ശുദ്ധിയില്ല. ഒത്തരമെല്ലാം വിളിച്ച് കേട്ട ഗൊന്തുണ്ട് എന്തിരെ 4 തക്ബീരിട്ടിട്ട് സലാമിട്ടെ കൈത്തല്ല ഉസ്താദ് ഒക്കു ബിസി അതെല്ലാം ഒക്കു അതിന്റെ ഇടയിൽ ഓതോണ അങ്ങനത്തെ വിഷയൊന്നുമില്ല. ഇങ്ങനത്തെ ആവരുത്. നല്ല സാലിഹീങ്ങളായ മക്ക. പിന്നെ ഒരാൾ ചൊന്നത് കേട്ടേ, മയ്യത്തല്ല നിസ്കരിച്ചിട്ട് ചങ്ങായിമാരോട്ട് കൊണ്ട് കേക്കറവള എങ്ങനായിരുന്നു എന്റെ മയ്യത്ത് നിസ്കാരം? ആരാ അബ്ബടെ മയ്യത്ത് നിസ്കരിച്ചിട്ട് മോണ് കേക്കരെ എങ്ങനായിട്ട് ഇതെന്താ ഫുഡ് തിന്നിട്ട് നല്ല ഹോട്ടലിലോട് സപ്ലയർ എങ്ങനായിട്ടുണ്ട് കേട്ട പോലത്തെ ബിസി മയ്യത്ത് നിസ്കരിച്ചിട്ട് എങ്ങനായിട്ടുണ്ട്. ഈ രൂപത്തിലാകാൻ പാടുള്ളതല്ല. സാലിഹീങ്ങളായ മക്കളെ വളർത്തണം. ഉമ്മാക്ക് ദുആരക്കുന്ന മക്കൾ, ഉപ്പാക്ക് ദുആരക്കുന്ന മക്കൾ, അങ്ങനെയുള്ള മക്കളെ വളർത്തിയെടുക്കേണ്ടതാണ്. സാലിഹീങ്ങളാകണം. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. സാലിഹീങ്ങളായ മക്കളെ കൊണ്ടല്ല. ആണായിട്ട് വലിയ പ്രയോജനമില്ല, പെണ്ണായത് കൊണ്ട് നഷ്ടമില്ല. പെണ്ണാവലാണ് ഏറ്റവും വലിയ ബറക്കത്ത്. പെണ്ണിന്റെ സന്തോഷം ആൺമക്കളെ കൊണ്ട് കിട്ടുന്നില്ല. അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു പെൺമക്കളെ ഗിഫ്റ്റ് കൊടുക്കുന്നു. ആദ്യം അല്ലാഹു പറഞ്ഞത് പെണ്ണാണ്. പെണ്ണ് ബറക്കത്താണ്. പെൺമക്കള് സമാധാനമാണ്. പെൺമക്കള് സന്തോഷമാണ്. പെൺമക്കൾ ഐശ്വര്യമാണ്. അതൊക്കെയാണ് ജാഗ്രതയോടെ പോറ്റി വളർത്തിയാൽ. അല്ലെങ്കിൽ ഈ പെൺമക്ക മുസീബത്തായിട്ട് മാറും. ഈ മേക്കപ്പിന് വേണ്ടി, ഈ ഡ്രസ്സിന് വേണ്ടി, ഈ ഫോണിന് വേണ്ടി, ഈ കോഴ്സുകൾക്ക് വേണ്ടി, അവരുടെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉമ്മാന്റെ ഇസ്സത്ത് കെടുത്താൻ, ഉപ്പയുടെ ഇസ്സത്ത് കെടുത്താൻ, നാണം കെടുത്തിക്കളയാൻ ഈ രൂപത്തിലായിട്ട് മുസ്ലിം ആയെങ്കെന്തേ, ഹിന്ദു ആയെങ്കെന്തേ, ക്രിസ്ത്യാനി ആയെങ്കെന്തേ, നിരീശ്വരവാദിയായെങ്കെന്തേ ആണല്ലേ എന്നൊരു ചിന്തയിലേക്ക്, എന്നൊരു ഓർമ്മയിലേക്ക്, എന്നൊരു നീയത്തിലേക്ക് ഈ സമുദായത്തിന്റെ പെൺമക്കള് വഴിതെറ്റുമ്പോ ഉമ്മ ഉസ്താദിന്റെ വയലാ മക്കള് കേൾക്കണമെന്നില്ല. ഖുർആൻ ക്ലാസ് അവർ കേൾക്കണമെന്നില്ല. ഉമ്മ നീ ഉസ്താദാകണം, ഉപ്പാ നീ ഉസ്താദാകണം. നിന്റെ മക്കൾ വഴിതെറ്റിപ്പോയാൽ നിനക്ക് നാളെ നരകമാണ്.
നിനക്ക് ദ്വാരക്കാൻ, നിനക്ക് ഖുർആനോദാ, നിനക്ക് സദഖ ചെയ്യാൻ ആരുണ്ട്? അതുകൊണ്ട് മക്കളെ സ്വാലിഹീങ്ങളാക്കി വളർത്തിയെടുക്കണം. അല്ലാ, മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അതിന് ദ്വാരക്കണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ദ്വാരക്കണം. എന്നാൽ ഭാര്യ നല്ലാകുന്നു, ഭർത്താവ് നന്നാകുന്നു, മക്കള് സ്വാലിഹീങ്ങളാകുന്നു. ഇത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കൺകുളിർമയാകൽ എങ്ങനെയാണെന്നറിയോ? നീ സുബഹിക്ക് 3:30 എണിച്ചിട്ട് നോക്കുമ്പോ നിന്റെ മക്ക തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദ്വാരക്കര പോലത്തെ പരിസ്ഥിതി. നീ സുബഹിക്ക് മുന്നോൽ എണിച്ച് നോക്കുമ്പോ നിന്റെ പെഞ്ഞായി നിസ്കരിച്ചിട്ട് ദ്വാർന്നുകൊണ്ടുള്ള ആള്. ഉമ്മ, നീ എണീക്കുമ്പോ നിന്റെ ഭർത്താവ് എണിച്ചിട്ട് ദ്വാർന്നുകൊണ്ടുണ്ട്, തഹജ്ജുദ് നിസ്കരിച്ചിട്ട്. ഇത് കണ്ണുകൊണ്ട് ദുനിയാവിൽ കാണലാണ്, ദുനിയാവിൽ മക്കളെ കൊണ്ടുള്ള സന്തോഷം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇതാ 2 ഗಂಟೆ എണിച്ച് നോക്കിയെങ്കും മോണ് ഉറങ്ങിയിട്ടില്ല, ഓൺലൈനിലേ ഉള്ള അല്ലേ, മോള് ഉറങ്ങിയിട്ടില്ലേ, ഓൺലൈനിലുണ്ടോ കേൾക്കുമ്പോ പ്രൊജക്ട് ഉണ്ടോ, അജക്ട് ഉണ്ടോ, ഇജക്ട് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തങ്ങളായ കാരണം അല്ലേ. ഒരു ഉസ്താദിനൊട്ട് പോയിട്ട് പിന്നെ എന്ത് യാറെ കൊറടി അങ്ങ് പിന്നെ ലാസ്റ്റ് ഉസ്താദുമാരൊട്ട് പോകണ്ടല്ല, ഫസ്റ്റ്ക്ക് പോകണില്ലേ, ബാണിയാക്കിയിട്ട് പൊട്ടിയിട്ട് പാളീസായാൽ പിന്നെ ഉസ്താദ് ഒരു പോണാലാക്കൊർത്ത പിടിച്ച പോയൊരു ഉസ്താദ് എന്താക്കി തണ്ടല്ലാണ്ട് തണ്ടിലാണ്ട് ചൊല്ലുമില്ല തണ്ടുമില്ല. നിങ്ങൾ സ്വലാത്തുക്ക് ദ്വാർക്കണം 100 പോണം നുറുപ്പ എപ്പ ഹൈക്ക് ഓർത്തിങ്ങള മുന്നിൽ കളക്ഷനായി ഇവിടെ സഹായിക്കണു അടിക്ക് തലയിട്ടോണ് മേല് തല എത്തിയിട്ടേ ഇല്ല. ഫോണാളിലാക്ക് അക്കൗണ്ടിൽ എന്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഇത് ഫോൺ ടിക്കറ പിന്നെ ഇങ്ങനെ കൊടുക്കാത്തത്. ഫോണാളിലാക്ക് വേണ്ട, അതൊരു ഫോണാൾ 1000 ഐക്കട്ടെ കൊടുത്താണ് ഇല്ല, അത് പോണ്ടേ, അത് പോവണേ. അള്ളാഹു ഞങ്ങളെ സലാമത്താക്കട്ടെ. ഏതോ ആകട്ടെ ഉസ്താദിനൊട്ട് പോയി ചെന്നാൽ ഉസ്താദ് നന്റെ മോല് ഖുർആനിയുടെ ഉപദ്രവം ഉണ്ട്. മോല് ഖുർആനിന്റെ ഉപദ്ര എന്ത് ബിസിയാ എന്നില്ല ഉസ്താദ് പോൽമൺ ആക്കിയതിരല്ല ജാ വർക്കിൽ മുണ്ട് വർക്കിൽ എന്തിനാക്കട്ടെ. അയാൾ ഗൾഫിലുണ്ട്, മങ്ങിലാക്കി കൊടുക്കണ്ടേ. ഇപ്പൊ ഇങ്ങനെല്ലാം മുണ്ട് ഇങ്ങനെ മങ്ങിലായ ഈ ഉമ്മമാർ എല്ലാം ബേജാറ്. ഇതേ നന്റെ മോള് പോയവിടെ എന്തിരാവിടെ മാൻ, നന്റെ മോൾക്ക് എങ്ങനത്തെ മാമി കിട്ടമാൻ, നന്റെ മോളില് ഇതേ ടെൻഷൻ. ഉമ്മ എല്ലാരും ഉമ്മാർക്കും അതേ ടെൻഷൻ. അള്ളാഹു മക്കൾക്കൊക്കെ ഹൈർ നൽകട്ടെ. ഏതോ ആകട്ടെ റുവാന്റെ ഉപദ്ര എന്തിനോ ഉപദ്ര ജാ വർക്കിൽ മുണ്ടത് വലിയ വിഷയം എന്തല്ല. വർക്കിൽ ഓരോരുത്തർ എന്തെല്ലാം മുണ്ടുന്നു, ഗലാട്ടാക്കുന്നു. ഓരോരുത്തർ പെഞ്ഞായിട്ട് അറസ്റ്റ് വർക്കിൽ ഗലാട്ടാക്കിട്ട് അടിക്കുന്ന ആളെല്ലാം ചൊട്ടിട്ടായിരുന്നു ഒക്കെ കൊന്തായിട്ടില്ല. പിന്നെ പോൾമൺ അടിച്ചങ്ങോള് വെക്കാല വർക്കിലായെങ്കിൽ സമാക്കാം. റുവാന്റെ ഉപദ്ര എന്ത് റുവാന്റെ ഉപദ്ര വർക്കിൽ മുണ്ട്. അങ്ങനെ ഉസ്താദ് ഇസ്മു അതെല്ലാം കൊടുത്തു. ഒരു വാർത്ത ബാ നീ കുറുക്കെല്ലാക്കി തണ്ട് ഇതെല്ലാം കൊടു. പിന്നെല്ലാം ചൊന്നിട്ട് ഉസ്താദ് ചൊന്നല്ല ഒന്ന് ചെറുപ്പല്ല മാച്ചിലെടുത്തിട്ട് 3 വട്ടം ഔത് ചൊന്നിട്ട് ഒരു അടി അടിക്കണോ വർക്കിൽ മുണ്ടുമ്പോ. പിന്നെ നോക്ക എന്താ യാർ അവരോട് എന്തെങ്കിലും പറഞ്ഞിട്ട് അയാൾ സമാധാനത്തിന് അയാൾ 500 എടുത്തിട്ട് അയാൾ വിട്ടു. എന്തെങ്കിലും അയാൾ അല്ലേ ഉപദ്രം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും. പിന്നെ ഒരു വാരം വിട്ടിട്ട് പെണ്ണിങ്ങ വന്നപ്പോ കേട്ടി എങ്ങനെ ഉണ്ടു ശരിയായിട്ട്. അതെ ഉപദ്രയില്ല ഉസ്താദ്. ഓക്കെ എന്ത് ഉപദ്ര നോക്കുമ്പോ ഇതെന്തിന്റെ ഉപദ്ര റുവാന്റെ ഉപദ്രല്ല. ഇത് ഓളൊട്ടിಗೆ ಮೊಬೈಲ್ ಇನ್ನದು ಉಮ್ಮ ಗೊಂತಿಲ್ಲ. ಇದು ಬೇರಾಲೊಟ್ಟಿಗೆ ಮೊಬೈಲೆಲ್ಲ ಚೊಲ್ಟೆ ಎಲ್ಲ ವಿಷಯ ಎಂದ್ರೆ ಆಯ್ಡು ಎಂದೆಲ್ಲ ತಿಂಡ್ರಾಲು ಎವಡೆಗೆಲ್ಲ ಪೋಯ್ರಾಲು. അപ്പോൾ ഉമ്മ വന്നിട്ട് ഉസ്താദ് അത് റുവാന്റെ ഉപദ്ര അല്ല ഉസ്താദ്, അത് ഇൻസാന്റെ മേ ഉപദ്ര ഏത് ಬೇರಾಲೊಟ್ಟಿಗೆ ഫോണിൽ. ഈ ഒരു പരിസ്ഥിതി ഉമ്മക്കിതിരെ വിഷയ ಗೊಂತಿക്കില്ല, അബ്ബ ಗೊಂತಿക്കില്ല. ഏതൊരു പരിസ്ഥിതിയിൽ ഞങ്ങളെ മക്ക ഉള്ള ആൺമക്ക പെൺമക്ക ഏത് ലെവലിൽ അങ്ങ് ജീവിച്ചോണ്ടുള്ള വിഷയ ഉമ്മകും അബ്ബകും ഒന്നാവാത്തൊരു പരിസ്ഥിതി ബന്ധെങ്കും നാളെ മഹ്ശറ വൻസഭയിലേക്ക് എത്തുമ്പോ ഈ മക്കളെ പറ്റിയിട്ട് അല്ലാഹു ചോദ്യം ചെയ്യുമ്പോ അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. അത് ഫിത്നയാണ്. വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന. ഈ ഒരു ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ മക്കൾക്ക് നല്ല ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം, മക്കളെ സ്നേഹിക്കണം, മക്കളെ നല്ല കെയറിങ് ഉണ്ടാകണം, മക്കളെ നല്ല ജാഗ്രതയുണ്ടാകണം. എല്ലാ വശങ്ങളും മക്കളുടേതറിയണം, ഫർളുകൾ വീട്ടുന്നവരാകണം. എല്ലാം അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
രണ്ടാമത്തേത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതമാണ്. കല്യാണത്തിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത്, നിക്കാഹിലൂടെയാണ്. അന്നിക്കാഹു മിൻ സുന്നത്തി, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്താണ് നിക്കാഹ്. കല്യാണം കഴിയുക, നിക്കാഹ് കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കല്യാണങ്ങളൊക്കെ ഇന്ന് അവസ്ഥ എന്താണ്? ഞങ്ങളുടെ സമുദായത്തെ മങ്ങിലത്തെ അവസ്ഥ ഏതെല്ലാം രൂപത്തിലാണ്, അതൊന്നും പറയാൻ നിൽക്കുന്നില്ല. ഇത്തക്കിൽ മഹാരിം തകുന്ന അബദന്നാസ്, ഹറാമുകളിൽ നിന്ന് എല്ലാം വിട്ടുനിൽക്കണം. മംഗലത്തിൽ നമ്മുടെ വീട്ടിലെ കല്യാണം അത് പാവപ്പെട്ടവൻ്റെതാണെങ്കിലും പണക്കാരൻ്റെതാണെങ്കിലും ഈ കല്യാണത്തിൽ ഹറാമുകൾ കൂടിക്കലർന്നാൽ മക്കള് സ്വാലിഹീങ്ങളാവൂല, മക്കൾ ഉപകാരപ്പെടൂല, കുടുംബത്തിൽ സമാധാനമുണ്ടാവൂല. ഹറാമുകളില്ലാത്ത കല്യാണം ഒരു വാരമൊന്നുള്ളൂ സ്റ്റാർട്ടാവിടെ മങ്ങില. കളറ് വ്യത്യസ്ത അല്ലെ, ഫ്രണ്ട്സിന് വേറെ ഓരോന്നിൻ്റെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാഴ്ച 10 ദിവസം 15 ദിവസം മംഗലം. ഇൻവിറ്റേഷൻ കാർഡ് പോലും അതേ കളർ അല്ലേ, ബ്യൂട്ടിഫുൾ. ഇതൊക്കെ കണ്ടിട്ട് ഒരു മാഷാ അല്ലാ അല്ലേ, ഇത് കണ്ടിട്ട് മാഷാ അല്ലാ ആണല്ല പറയേണ്ടത്. നഊദു ബില്ലാഹ്, ഇന്നാ ലില്ലാഹ്. എന്തൊരു മുസീബത്താണ്, എന്തൊക്കെയാണ് ഇതെല്ലാം പരസ്യമാക്കിയിട്ട് പരസ്യമായി ചെയ്യുന്ന തെറ്റ് രഹസ്യമായ 100 തെറ്റിനെക്കാട്ടിയും വലുതാണ്. സീക്രറ്റായ 100 തപ്പുര കാട്ടി റബ്ബുരൊട്ടുകു ശിക്ഷയുള്ള വിഷയ പരസ്യമായ ഒരു തെറ്റാണ്. അല്ലാഹു തആല ലാ യുഹിബ്ബുല്ലാഹുൽ ഫുഷ്, അല്ലാഹു ഫുഷിനെ ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹുക്കത് ഇഷ്ടമല്ല, അല്ലാഹുവിനത് ഇഷ്ടമല്ല. ഈ മോശങ്ങളായ അവസ്ഥകൾ ഉമ്മ ഉപ്പ ഒന്ന് തീർമാനിക്കണം. നണ്ടൗത്ത് നണ്ടമോന്റെ മങ്ങില, നണ്ടമോല മങ്ങില. അല്ലാഹും അവന്റെ റസൂലും പൊരുത്തപ്പെടാത്ത ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഏതുമാകട്ടെ 4 കാര്യം വിജയമാണ്. അതിൽ ഒന്നാമത്തത് സ്വാലിഹത്തായ ഭാര്യയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മറ്റൊരു ഹദീസിൽ കാണാം, വസൗജുൻ സ്വാലിഹ് അല്ലേ, നല്ല ഭർത്താവും നല്ല ഭാര്യ, സ്വാലിഹായ ഭാര്യ, സ്വാലിഹത്തായ ഭാര്യ, സ്വാലിഹായ ഭർത്താവ്. ഇത് കിട്ടുക ഫൾഫർ ബിദാത്തിദ്ദീൻ, കല്യാണം കഴിക്കുമ്പോ ദീനുള്ളവളെ നോക്കിയിട്ട് കെട്ടണമെന്നാണ്. ദീന് നോക്കണം. ആണും പെണ്ണും നോക്കേണ്ടത് ദീനാണ്. കളറല്ല, മോഡലല്ല, സമ്പത്തല്ല, സ്വത്തല്ല അല്ലേ. ഇപ്പൊ വരദക്ഷിണ എന്തില്ല. പിന്നെ ഇപ്പൊ ബ്രോക്കർ റേറ്റ് നമ്മ കേക്കറ, മൂത്തോലുക എത്ര ഇട്ട ആള്, മൂത്തോലുകോ എത്ര ഇട്ടു, അയാൾക്ക് എന്തൊരു ആസ്തി ഉണ്ടോ, അപ്പമ്മ കണക്കൂട്ടിട്ടായിട്ട് മരിച്ചെങ്കിൽ അയാൾ കണ്ണും പോയെങ്കിൽ നമുക്ക് ഇത്ര കിട്ടു ഓതി കേക്കറില്ല. ഡിമാൻഡില്ല. ഡിമാൻഡ് വെച്ച കാലത്ത് ചില്ലറ ഞാൻ കൊടുത്തു ഇന്നാറ്, അതൊരാട്ടി വലിയ മുസീബത്തിപ്പ. പിന്നെ അല്ലേ, ചന്ത ഇല്ലാണ്ട് കണ്ടെങ്കിൽ എന്തിനെങ്ങും വേണ്ട. ഈ ഒരു അവസ്ഥ പാടില്ല. സ്വാലിഹത്തായ ഒരു പെണ്ണ്, സ്വാലിഹായ ഒരു ഭർത്താവ്, ആ നീയത്തിലാണ് തേടേണ്ടത്. ഇതങ്ങനല്ല. ബസ് സ്റ്റാൻഡിൽ നിന്റെ അവിടെ ഗതമൊളിഞ്ഞവ, നിന്റെ അപ്പയുടെ പേരെന്തര, നിന്റെ അപ്പയുടെ ഒരു നമ്പർ ഏതാ, അതങ്ങ് പിന്നെയും തൊന്തരല്ല. പിന്നെ കോളേജിൽ കണ്ടവർ, റോട്ടിൽ കണ്ടവർ, ഹോസ്പിറ്റലിൽ കണ്ടവർ. പൂർവക്കത്ത് ഹോസ്പിറ്റലിൽ നോക്കിയ ഒരു പെണ്ണിടെ മങ്ങിലായിട്ട് പിന്നെ നോക്കുമ്പോ ടോയ്ലറ്റ് പോയിട്ട് ചിൽക്കിട്ടെങ്കിൽ ഭർത്തേ പണിലേ ഉള്ളു. ലാസ്റ്റ് മക്കളേതാ ബൊബിട്ടെങ്കിൽ ഫോൺ പിടിച്ച് പോകുന്നു. നീക്കോറല്ല ആ നല്ല മക്ക ആവാ ഹോസ്പിറ്റലിൽ പോയി പറയുമ്പത്തൊരു ചന്തത്തെ പെണ്ണിടെ നോക്കിയിട്ട് ഗുർത്തായിട്ട് ആ ഉണ്ടായിട്ട് മങ്ങിലായിട്ട് ഒരു ബാത്റൂം ഒരു ബണ്ടമേ ഇല്ല. 2 നാൾ നോക്കും വിട്ടു നോക്കുമ്പോ ലാസ്റ്റ് ഉത്തരങ്ങൾക്കെಲ್ಲ ഫോൺ ആക്കിയിട്ടാകുമ്പോ ചെന്നാറ് ഒരു ടാബ്ಲೆറ്റ് ഉണ്ട്, അത് മാത്രം അവിടെ ഞങ്ങൾ തറകും വിട്ടു, ഒരു ടാബ്ಲೆറ്റ് പെർമനന്റ്. അപ്പൊ അങ്ങ് കേട്ടാറ് നിങ്ങൾ ചൊല്ലണ്ടേ ഫസ്റ്റിಗೆ ടാബ്ಲೆറ്റ് ഉണ്ടല്ല ചൊല്ലണ്ടേ. അങ്ങ കേട്ടാറ് നിങ്ങൾ ഫസ്റ്റിಗೆ കേൾക്കണ്ടേ ഹോസ്പിറ്റലിಗೆ എന്തിരിക്ക് ಬಂದಿರೇಂಟು ಇದು ಹೊಲಗು ಮರ್ದಾಕೋಗೆ ಬಂದಿರಿ ನಂಗ പിന്നെ ഇങ്ങോട്ട് ഞങ്ങൾ ചൊന്നിട്ടില്ലേ വേണ്ട വേണ്ട ಅಂಟು നിങ്ങൾ മേലെ ഒത്തയാക്കി. ഇങ്ങനത്തെ പരിസ്ഥിതി എന്തെന്നില്ല ഏതൊന്നില്ല. ഒട്രാസി ചന്ത കണ്ടെങ്കിൽ എന്തു ആവുന്നുള്ള അർത്ഥം പാടില്ല. സ്വാലിഹത്തായ പെണ്ണ്, സ്വാലിഹായ ഭർത്താവ്, ദീനുള്ളവരെ കൊണ്ട് നീ വിജയിച്ചോ. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ദീനുണ്ടാകണം ഭാര്യക്കും ഭർത്താവിനും. ആ ദീനില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ദീനുള്ളവരെ നോക്കി തെരഞ്ഞെടുക്കണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനുണ്ടാകണം. മംഗലത്തിന്റെ അന്നും നിസ്കാരം കളാക്കുന്നവർ, ഒരു പെണ്ണോട് നിസ്കാരം കളാക്കണ്ടാന്ന് കേട്ടപ്പോ എഴുതിട്ട് ക്വസ്റ്റ്യൻ അപ്പൊ ഒലാക്കിങ് മേക്കപ്പ് ഉള്ള ഫോണിലേന്ന്. ഞാൻ കേട്ട മേക്കപ്പ് ഇടുകാറ് ചൊന്നരുത് പിന്നെന്താക്കുന്ന ഒലാക്കി മേക്കപ്പ് പോവാതിരിക്കുന്ന. ഇനി മേക്കപ്പ് ഒലാക്കിങ് മേക്കപ്പ് പോന്ന ഇപ്പത്തെ മേക്കപ്പ് പെയിന്റ് അടിച്ച പോലെ ഒരു വാറ 14 ഇരിക്കുന്നു. 14 കഴിഞ്ഞ് നോക്കുമ്പോ കറുത്തിരിക്കുന്നു. ഇപ്പൊ ഈ ആളെയല്ല എല്ലാം ചേഞ്ച്. ഈ രൂപത്തിലുള്ളതാണ് കോലം മറിക്കലിൽ. അത് പെട്ടുപോകുമോ? ആധുനിക പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന് കോലം മറിക്കുന്നവരെ ഇഷ്ടമല്ല. ഈ മേക്കപ്പുകൾ ഒരുപക്ഷെ കോലം മറിക്കുന്നതിലേക്ക് പോലും എത്തിപ്പെടാൻ അവസരം വന്ന അങ്ങനെ കോലം മറിക്കപ്പെട്ടവർ നാളെ മഹ്ശറയിൽ കോലം മറിക്കപ്പെടുമോ? അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് നല്ലൊരു ഭാര്യ, നല്ലൊരു ഭർത്താവ് അങ്ങനെ ദാമ്പത്യ ജീവിതത്തിലേക്ക് തുടങ്ങിയാൽ അല്ലേ, എന്തെല്ലാം പ്രോമിസ് ഉണ്ടായി, എന്തെല്ലാം സത്യേട്ട അവിടെ വിളിച്ചു പോകുന്നുണ്ട്, ഇവിടെ വിളിച്ചു പോകുന്നുണ്ട്. കർലെ മുത്തേ തേനെ പാലെ എല്ലാം വിളിച്ചിട്ട് അല്ലേ, എല്ലാം ഫസ്റ്റ് മാത്രം മംഗലായിട്ട് നോക്കുമ്പോ എന്തില്ല. പിന്നെ പാല് തരുന്ന ജീവനത്തിന്റെ പേര് വിളിക്കുന്നത് ഉണ്ടോ അല്ലെ, അങ്ങനത്തെ എല്ലാം ബടക്ക് ചീത്ത വിളിക്കുന്ന. അങ്ങനെ ആവരുത്. ദീനുള്ളവരാകണം. നല്ല ദീനുള്ളത്. ഇപ്പൊ നിങ്ങൾ അന്തജാക്കണ്ട ഏന് ദീനുള്ളത് ഔട്ടറാക്കിടേന്ന്. ഇപ്പൊ എന്താക്കുന്നത്, ഇതിന് ഉള്ളത് രജിസ്റ്റർ ആക്കിയോണ്ട് പോണ്ട്, തട്ടിയോണ്ട് മുട്ടിയോണ്ട് അല്ലേ. ഇപ്പൊ എന്ത് അന്തജാക്കിയിട്ട് കൊണ്ടില്ല. പണ്ടേ നോക്കോണി ദീനുള്ളത്. അള്ളാഹു ഞങ്ങളെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് അള്ളാഹു നീ ഖൈർ നൽകണം. നല്ല ദീനുള്ള പെണ്ണ്, നല്ല ദീനുള്ള പുതിയാപ്പള. ഇതാണ് നമ്മൾ നമ്മുടെ മക്കൾക്കും എല്ലാം നോക്കേണ്ടത്. അങ്ങനെയാണ് ദീനുണ്ടാകണം. ദീനില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല. അങ്ങനെ നല്ല അയ്യുമംറഅത്തിൻ മാതത് വസൗജുഹാ അന്നാറാൽ. ഏതൊരു പെണ്ണും മരിച്ചുപോയി, ആ മരിച്ചുപോയ പെണ്ണിന്റെ ഭർത്താവ് അവളെ തൊട്ട് പൊരുത്തപ്പെട്ടവനാണ്, സമാധാനപ്പെട്ടവനാണ്, സന്തോഷത്തിലാണ്. അവൾ സ്വർഗത്തിൽ കടന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവായ ആണിന്റെ പൊരുത്തം പെഞ്ഞായിയായ പെണ്ണിന് എപ്പോഴും വേണം. ഭർത്താവിന്റെ പൊരുത്തമില്ലാത്തോളെ ഉംറ അള്ളാഹ്ക്ക് വേണ്ട. ഭർത്താവിന്റെ പൊരുത്തമില്ലാത്ത ഓൺലൈനോ ഓഫ്ലൈനോ മജ്ലിസുകൾ അള്ളാഹ്ക്ക് വേണ്ട. ഭർത്താവിന്റെ പൊരുത്തമില്ലാത്തവരുടെ സിയാറത്ത് അള്ളാഹ്ക്ക് വേണ്ട. ഭർത്താവ് ജീവനോടെ ബാക്കിയുണ്ട്, തലാക്ക് ചെയ്യാതെ ബാക്കിയുണ്ട്, എന്നാൽ അവളുടെ പൊരുത്തം അത്യാവശ്യമാണ്. അവന്റെ പൊരുത്തം അവൾക്ക് അത്യാവശ്യമാണ്. ഭർത്താവിടെ ഹസ്ബൻഡിന്റെ പൊരുത്ത വേണു, എപ്പവും വേണോ. അത് ഉമ്മയുടെ ഒത്തുകു. നിന്റെ ഉമ്മയേക്കാൾ പെങ്ങളെ, നിന്റെ ഉമ്മയേക്കാൾ, നിന്റെ ഉപ്പയേക്കാൾ, നിന്റെ മക്കളേക്കാൾ അള്ളാഹും അവന്റെ റസൂലും കഴിഞ്ഞ പിന്നെ ഏറ്റവും നീ പിർസ വെക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും റെസ്പെക്ട് വെക്കേണ്ടതും നിന്റെ ഹസ്ബൻഡിനോടാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം ഈ പെണ്ണിങ്ങളെ ഔത്തുരങ്ങ ഹസ്ബൻഡിനെ പറഞ്ഞെങ്കിൽ കളിയാക്കിയെങ്കിൽ ചില പെണ്ണിങ്ങൾക്ക് ബേജാറാവില്ല. എല്ലാവർക്കും അല്ല, ബേജാറാവില്ല. അതേ സ്ഥാനത്ത് ഈ ഹസ്ബൻഡിന്റെ ഔത്തുരങ്ങ ഈ ഒള്ളെ ഉമ്മരമ അബ്ബരമ എന്തെങ്കിലും ചൊന്നെങ്കിൽ പിന്നെ ഒരു വാറ ബേജാറ് അർസ ഇങ്ങനെ അല്ല. നിന്റെ ഉമ്മയെക്കാട്ടിയും നിന്റെ ഉപ്പയെക്കാട്ടിയും നീ സൂക്ഷിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും നിന്റെ ഭർത്താവിനെയാണ്, ഹസ്ബൻഡിനെയാണ്. അതെത്ര വയസ്സായെങ്കും സമ. ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെയുണ്ട്. ബാല്യത്തിലെന്നും പ്രശ്നമല്ല, ബാലക്കാരായിട്ടിരിക്കുമ്പോ എന്നും പ്രശ്നമല്ല. വയസ്സാകുമ്പോ പെണ്ണുങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾക്ക് എവിടെ പോയെങ്കിൽ എന്ത് തരുന്നാൾ ഉടമേന്ദ്ര അടിഞ്ഞോണ്ടു ഒരു 4 4 മോളിലെ ഒത്തു പോയിട്ട് തെച്ചു വരും. ഉടക്ക് പണ്ട് മോളിലെ ഒത്തു കേട്ടപ്പോ വേണ്ട വേണ്ട ഇവിടെ അങ്ങനെയുള്ളാറ് ഇങ്ങുള്ളാറ് പോണ്ട 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 പണ്ട്. ഇപ്പ നോക്കറ് വേറെ തെച്ചു പറ നോക്ക ഈ മക്കൊരു സ്വതന്ത്രമായിട്ട് ഒന്ന് ജോലിയാക്കാൻ ആരെ ഇയാളെ കടത്തുന്ന ബാസായിട്ടാകുമ്പോ അല്ലേ.
എല്ലാരും പ്രിയപ്പെട്ട ഉമ്മാണ്ടെല്ല ഉറുതി ആക്കിയിട്ടുണ്ടല്ലേ അബ്ബക്ക് ബലമേ ഇല്ല വാ എല്ലാരും ഉമ്മയുടെ മേ വാതാക്കരുത് അല്ലേ. വാലായങ്ങും സമ, ഡയലോഗ് ആയങ്ങും സമ, സ്റ്റേറ്റസ് ആയങ്ങും സമ, എല്ലാം ഉമ്മരതേ പണ്ട് ബർന്നു നല്ലതേ. അള്ളാഹു താല തൗഫീക്ക് നൽകട്ടെ. ഞങ്ങളെ ഉമ്മകൾ അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. മരിച്ചുപോയ ഉമ്മകൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഉമ്മമാർക്ക് ദ്വാരക്കണം എല്ലാം വേണം. സൈഡിലൊരു അബ്ബവും വേണം, വേണ്ടാണ്ടില്ലവാ. നിന്റെ ഉമ്മക്ക് സ്വർഗത്തുക്ക് പോണാണ്ടായെങ്കിൽ നിന്റെ അബ്ബടെ പുറത്ത് വേണോ അല്ലേ. ഒരു പക്കത്തേക്ക് വിളിച്ച പോയ ഓർത്ത വാസ്തു നോക്കൊണ്ട് മനുഷ്യന്മാർക്ക് എന്തു നിസ്കരിക്കൊന്നും പുരുഷത്തില്ല. ഒരു മര്യാദക്ക് താടി വെക്കോ അത്ര വാസ്തു എന്തില്ല. തലക്ക് ടൊപ്പി വെക്കുന്ന വാസ്തു എന്തില്ല. ഇമാം ജമാഅത്തേക്ക് പോകേണ്ട വാസ്തു ഇല്ല. ഈ വാസ്തു ഏതുമില്ല. ഇങ്ങനത്തെ വാസ്തു എന്തില്ല. പിന്നെ ഇതിരെ വടിച്ചിട്ട് അവിടേക്ക് അതിരെ വടിച്ചിട്ട് ഇവിടേക്ക് ഇതൊരു ഭയങ്കരമായ ഭൂമിശാസ്ത്രം എന്തും ഇല്ല. അധികം എന്താ അപ്പുറം അതെല്ലാം ഉണ്ട്. ഇന്നതുണ്ട്, ഇല്ലാത്തതില്ല. ഏതും ആവട്ടെ. പോയിട്ട് എത്തിയിട്ട് പോകുമ്പോഴത്തേക്ക് എവിടെ ചൊന്ന ഉസ്താദ് മങ്ങിലെടുക്കു ബെഡ്റൂമിടെ ഒരു ഷോട്ട് ഉണ്ട് ഉസ്താദ് എന്തെങ്കിലും അപ്പുറം ഇപ്പറാക്കിയിട്ട് പോയിട്ട് എത്തിയിട്ട് സർബത്ത് കുടിച്ചിട്ടില്ല. അയാൾ കേൾക്കട്ടെ ഉസ്താദ് ഈ ഇത്ര ഉത്തര കണ്ണിമൂല എവിടെ? കണ്ണിമൂല ഇതിരെ കണ്ണിമൂല ഉണ്ടല്ലോ ഈ മാസ്റ്റർ ബെഡ്റൂം അതിരെ ഇത് എവിടെ ഉസ്താദ്? ഞാൻ ചൊന്ന നോക്കാം അല്ല സബൂർ അല്ല നിങ്ങൾ ಬೇಗ നോക്കുമ്പോൾ ചൊന്ന സീറ്റിട്ട് പർത്തിയെത്ര എക്സ്ട്രാ ഇത് ആയത്തുക ഇല്ല ഉസ്താദ് അത് നിങ്ങളെ കണ്ണിമൂല ആവുക. ഞാൻ ചൊന്ന ഇല്ലാണ്ട് അപ്പൊ അൽഹംദുലില്ലാ ഞാൻ കേട്ടെ എന്തേ അല്ല അങ്ങനല്ല ചൊല്ലിട്ട് നിങ്ങൾ പർത്ത് കിടക്കണോ ഉണ്ടാറ് യജമാനത്തി മക്കളല്ല ചൊല്ലിട്ട് പർത്ത് കിടക്കണോ ഈ സിമെന്റ് സീറ്റിൽ നക്കാവില്ല ആറ് ഇയാളെ തിന്നിട്ട് മങ്കാക്കി വെച്ചിരുന്ന കണ്ണിമൂല എതിർക്ക് പോണ്ടു നീ അവിടെ കിടക്കണോ ഈ റൂം മോണ് കൊടുക്കണോ ഉസ്താദ് നേരായിട്ട് ചൊല്ലിട്ട് കണ്ണിമൂല ഫോണിലല്ല പറ ഫോണില് നാണ് ജീവഭയം നാ കൂടെ കിടക്കറ് അങ്ങ വേണമെങ്കിൽ അവിടെ കിടക്കട്ട്. എങ്ങനെ ഈ വയസ്സായ അബ്ബര് എങ്ങനെ അവർക്ക് ഭർത്താല് ബെഡ്റൂമിൽ ഷോർട്ട് ഉണ്ട് ഭർത്താക്ക് നക്കിത് കൊണ്ടുണ്ട ഈ നാട്ടകല്ല. ഈ രൂപത്തില് വയസ്സായിട്ടാകുമ്പോ അബ്ബമാർക്ക് ഔത്തര ഉൾക ബലയില്ലാത്ത പോലത്തെ ഒരു പരിസ്ഥിതി ഉമ്മമാരെ നമ്മളെ കൊണ്ട് വരാൻ പാടില്ല. ഉമ്മമാര് പറഞ്ഞു കൊടുക്കണം മക്കളോട്, ഇതാ നിന്റെ അബ്ബരൊട്ടു കേട്ടിട്ടാവണോ, ഇതാ നിന്റെ അബ്ബരൊട്ടുക പൽക്ക പറയി, ഇതാ നിങ്ങൾക്ക് കാശ് തറുമ്പോ മോണെ നീ അബ്ബകണ്ടായെങ്കും കൊടുത്തേ. ഇങ്ങനെ നിന്റെ ഉപ്പയോട് സ്നേഹം വേണമെന്ന് മക്കൾക്ക് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം. ഏതുമാകട്ടെ ഈ ഭർത്താവിനെ ബഹുമാനത്തോടെ കാണണം. ഹസ്ബൻഡിനെ എവിടെയും നീ ചെറുതാക്കരുത്. നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്. നിന്റെ ഹസ്ബൻഡ് നിന്നെയും നിന്റെ മക്കളെയും പോറ്റാൻ എന്ത് ത്യാഗമാണ് വരുന്നത്. അതുകൊണ്ട് ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചു പോകാൻ പാടില്ല. ഭർത്താവിന്റെ മനസ്സ് ബേജാറിലാവാൻ പാടില്ല. നിനക്ക് വേണ്ടിയാണ് അവർ ത്യാഗം ചെയ്യുന്നത്. നിന്റെ മക്കൾക്ക് വേണ്ടിയാണ് അവൻ കഷ്ടപ്പെടുന്നത്. ആ ഒരു ഓർമ്മ എപ്പോഴും വേണം. ഇതോ നക്ക് ബയർ മുമ്പളായിട്ട് നാലായിട്ട് കേട്ടാൽ ഒറുക്കാങ്ങും കേട്ടുത്താസന്മാരായിരാണ്ട് അല്ലേ. നക്ക് തലനൊമ്പല 8 നാളായിട്ട് കേട്ടായാൽ ആ രക്ഷരൊണ്ടിട്ട് പോയിട്ട് മറിഞ്ഞിട്ട പാട്ട് ചൊന്നരല്ലാണ്ട് അതിൽ പിന്നെ ഇണ്ട് തോല കേട്ടുത്തായാൽ അങ്ങനെ ആവാനും പാടില്ല. കേൾക്കണം, പറയണം, സുഖാന്വേഷണം വേണം. എന്ത് ചെയ്താലും നിന്റെ ഭർത്താവ് അല്ലാഹു നിനക്ക് തന്ന രാജകുമാരനാണ്. അവനെ ബഹുമാനത്തോടെ കാണണം, സ്നേഹത്തോടെ കാണണം. അവന്റെ പൊരുത്തം നിനക്ക് ഉമ്മയുടെ പൊരുത്തത്തെ കാട്ടിയും അബ്ബയുടെ പൊരുത്തത്തെ കാട്ടിയും നിനക്ക് വലുത് നിന്റെ ഭർത്താവിന്റെ പൊരുത്തമാണ്. അല്ലാഹുവേ തൗഫീക്ക് നൽകണം അല്ലാ. മറ്റൊന്ന് നമ്മുടെ ഭാര്യ. ആണുങ്ങളോട് പറയുന്നു, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ വൈഫ്, നമ്മുടെ പെഞ്ഞായി നമുക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്. നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. നമുക്ക് വേണ്ടി എല്ലാവും മറന്ന് എല്ലാവും ഒഴിവാക്കി നമ്മുടെ കൂടെ ജീവിക്കുകയാണവർ. നമുക്ക് ആശ്വാസമാവുകയാണവർ. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു. നമ്മുടെ മക്കളുടെ ഉമ്മയാണ്. നമുക്കവർ ആശ്വാസമാണ്. നമുക്ക് വേണ്ടി എല്ലാവും മാറ്റിവെച്ച് വന്ന നമ്മുടെ ഭാര്യ. ആ ഭാര്യയെ നീ റെസ്പെക്റ്റോടെ കാണണം. അവളെ നീ ബഹുമാനിക്കണം. അവരെ നീ സ്നേഹിക്കണം. അവർക്ക് വേണ്ടതെല്ലാം നീ ചെയ്തു കൊടുക്കണം. അത് നിന്റെ ബാധ്യതയാണ്. അവർ ചോദിക്കാതെ ചെയ്തു കൊടുക്കണം. അവർ ചോദിക്കേണ്ടതില്ല. ഭാര്യക്ക് സ്നേഹം കൊടുക്കേണ്ടയിടത്ത് സ്നേഹം കൊടുക്കണം. അവർക്ക് ഫുഡ് കൊടുക്കണം. അവർക്കെല്ലാം ചെയ്തു കൊടുക്കണം. അവരുടെ രോഗങ്ങൾ വന്നാൽ ചോദിക്കണം. അവരെ ആശ്വസിപ്പിക്കണം, സന്തോഷിപ്പിക്കണം.
അവരോട് കളിക്കണം, തമാശ വേണം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ കൂടെ ഓടി കളിച്ചിട്ടുണ്ട്. കുളിക്കുന്ന നേരത്ത് 2 കപ്പ് 2 പാട്ട് ഒട്ടുകുവച്ചിട്ട് ആയിഷ ബീവി കൊടുക്കാണ്ട് അങ്ങനെ പല തമാശകളും ഉണ്ടാകിയിട്ടുണ്ട്. ജീവിതത്തിൽ നമ്മുടെ ഭാര്യമാരിൽ നിന്ന് ചെറിയ ഫോൾട്ട് വന്നാൽ അല്ലേ, എന്തെങ്കിലും ഒരു തൊന്തര ചെറിയ ഒരു യാറകൊറോടി വന്നേട്ട് കണ്ടെങ്കിൽ നക്ക് പണ്ടേ അയാൾ ചൊന്നിന്ത് നിന്റെ റായട്ടയാൾ കാക്ക അയാൾ ചൊന്നിന്ത് അതുകൊണ്ട് അവൾ അബ്ബവും സമയമില്ല, ഉമ്മൻ സമയമില്ല, പിന്നെ എങ്ങനെ മക്ക സമയക്കര് നണ്ട ആ ബ്രോക്കർ കൊണ്ടുപോയിട്ട് നന്റെ ഇതിരാട്ടി ഉണങ്ങ് കൊള്ളാന്ത് ഈ മുസീബത്തിനെ വലിച്ചിട്ടാല്ല നന്റെ മേലെ ഇങ്ങനെ പറയാ പാടുള്ളതല്ല. ഭാര്യമാരിൽ നിന്ന് അഹ്മദുൽ കബീറുർ റിഫായി റളിയല്ലാഹു അൻഹു, ആ വലിയ മഹാന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ വൈഫ് ദേഷ്യം വരുമ്പോ അർസബർമ്പ ഇരുമ്പ് ചൂടാക്കി പോയിട്ട് റിഫായി ഷേഖ് വെച്ചോ ഇന്നൊരവസ്ഥ. എങ്ങനെ അർസബന്നെങ്ങ് ചട്ടുവ ചൂടാക്കിയിട്ട് എടുത്ത പോയിട്ട് റിഫായി ഷേഖ് ചൂട് തട്ടുവാട്ട് ഭയങ്കരമായ ചൂട് കൊണ്ട് റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൊലിയിൽ പൊള്ളൽ വരുമായിരുന്നു. അങ്ങനെ അർസബർമ്പ ഇരുമ്പ് ചൂടാക്കി വെച്ചോ ഏനാണിങ്ങ ഇയാളെ വാളുക വിളിച്ചിട്ട് വലിയ മുസീബത്താക്കുവല്ല നാളെ ಹಿಂಗ ഇരുമ്പ് കത്തിയെല്ലാം ചൂടാക്കി എടുത്ത ಬಂದು വെച്ചെങ്ക് നാണാലല്ലവാ ഇപ്പൊ റിഫായി ഷേഖ് ഇല്ല സബുറാക്കോകും അപ്പമേ കിട്ടു ചൂടാക്കിയിട്ടു പെറവും. അതുകൊണ്ട് അത്ര അങ്ങനെ ആക്കിയിട്ട് പോലും ആ പെഞ്ഞായിര തൊലാക്ക് ചൊല്ലു റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹു സമ്മതിച്ചിട്ടില്ല. വേണ്ട, നക്കിക്കട്ട് സബൂറിന്റെ പേരിൽ നക്കല്ലാഹു പ്രതിഫല തണ്ടെങ്ക്, നക്കല്ലാഹു സബൂറിന്റെ പേരിൽ പ്രതിഫല തണ്ടേണ്ടായെങ്ക് ആ പെഞ്ഞായിരെ ഒരു പലക്ക സമയത്ത എന്തും ചൊല്ലുക റെഡിയായില്ല മഹാനവറുകൾ. നമ്മളെ വൈഫിന്റെ കറിക്ക് തെല്ലു ഉപ്പ് മാത്ത് ഏറിയെങ്ക് ഇത് മുസീബത്ത് ബന്നപ്പ തുടങ്ങി ഇങ്ങനെ ഒന്ന ചപ്പ അല്ലേ ഉപ്പു നന്റെ ശനി എന്ത് ചൊല്ലട്ട് അപ്പുറത്തെ ഉത്തരം മണക്കര കേക്കില്ലേ, മണക്കര വിസിലെ സൗണ്ട് എന്ത് നല്ല ഫുഡ്. ഹൈദരാബാദ് ബിരിയാണി അവിടെ തിന്നണോ അവളോട്ട ആയിത്ത് ഇന്നതും പോകുന്നല്ലാതെ പാടില്ല. ഫുഡെല്ലാം ആക്കിയിട്ട് പെണ്ണിങ്ങ അയാൾ തിന്നുമ്പോ മുട്ട തെച്ചിട്ട് നോക്കുക കൊണ്ട് ഒരു 5 മിനിറ്റ് ഈ മനസ്സ തിന്നര ഗബ തിന്നരല്ലാണ്ട് ഒരു അക്ഷരമുണ്ടല്ല. അങ്ങനെ ആവോ തീര ബായിക എടുത്ത് വെച്ചിട്ട് അൽഹംദുലില്ലാ ഇതാറാക്കി നീനാക്ക് മാഷാ അല്ലാ സാമ്പാർ ചൊന്നെങ്കിൽ ഇത് 1.5 സാമ്പാർ 4 ചൊല്ലണ്ട ഒരു 4 പോട്ടെ ഗടിപിടിയാക്കണ്ട ഇന്റെ 4 ചൊന്നെങ്കൊന്ത നക്കൊന്തുണ്ട് നന്റെ നല്ല ആക്രമാന്ന് അതൊരു 4 മറക്ക് നിർക്കും. മറന്നപ്പോ എന്താക്ക നല്ലത് പറയണം. കറിയില്ല നബിയെ, കറിയില്ല, സുർക്കയല്ലാതെ വിനീഗറല്ലാതെ ഒന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നിഅമല്ലതും എന്തൊരു നല്ല കൂട്ടാനാണ് അൽ ഖല്ലു സുർക്ക അല്ലേ, വിനീഗർ എന്തൊരു നല്ല കൂട്ടാനാണ്. അല്ലാഹുവിന്റെ റസൂല് മഅബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുആമൻ ഖത്ത് 63 വയസ്സിൽ ഒരൊറ്റ ഫുഡിനെയും റസൂലുള്ള ഐബ് പറഞ്ഞിട്ടില്ല, മോശം പറഞ്ഞിട്ടില്ല. ഒരു ഫുഡിനെയും ചീത്ത പറഞ്ഞിട്ടില്ല, കുറവ് പറഞ്ഞിട്ടില്ല. നമ്മളാ തിണ്ടിട്ട് മൂക്കിട്ട് എത്രത്തോളം ഒരത്ത ചൊന്നല്ലതാ ഒരു മൈസൂർ ബാല ഉണ്ടിട്ട് അപ്പോൾ ചൊല്ലിട്ടല്ല മൈസൂർ ബാലമാ മൈസൂർ ബാല എന്തില്ല ബാല എന്തിട്ടെങ്കിൽ ഇട്ടറിഞ്ഞ പറ ഫുള്ളായിരു എവിടുത്തല്ല ഫുള്ളവിടെ മാത്രല്ല ചില ഹോൾഡർ ഇവിടെ ഇക്കാലത്ത് അങ്ങനെ വന്നില്ല. ഞങ്ങളപ്പറല്ല ചില പെണ്ണിങ്ങ ഈ മൈസൂർ പാക്ക് ജുലേബി എല്ലാം കെട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ടിഷ്യൂള് നിറച്ചിട്ട് ഔത്തുക. ചില ആണിങ്ങ ഉണ്ട് മെല്ലെ എടുത്തോണ്ട് പോയിട്ട് കാറിൽ വെച്ചിട്ട് തിന്നോണ്ട് പോണ്ടേ സീർണി ഔത്തര ഓതി പാടില്ല, നല്ലതല്ല. ഹദീസിലുണ്ട് റസൂലുള്ള പറഞ്ഞു ഒന്നെടുക്കേണ്ടിടത്ത് 2 എടുക്കാൻ പാടില്ല. പിന്നല്ലേ ഔത്തുകെടുത്ത പോണ്ടേ. പിന്നെ ചില ആളുണ്ട് ഫസ്റ്റ് വെജ് ഉണ്ടിട്ട് പിന്നെ നോൺ വെജ് തിന്നിര് സുറൂത്ത് 2 വട്ട കീഴ്മേലുള്ള പോയിട്ട് വന്നിട്ട് പാടില്ല. നോൺ വെജ് തിന്നാത്താക്കാണ് വെജ്. പിന്നെ ചില ആള് നല്ല സ്വാലിഹീങ്ങൾ അങ്ങനത്തെ റകളില്ല, നോൺ വെജ് തിന്നിട്ട് പായസം ഒളികെ ഇവിടെ ഇപ്പുറത്തെ ഒത്തിരി ആ രൂപത്തിൽ അതും പാടുള്ളതല്ല. ഓരോന്നിനും ഓരോന്നിൻ്റെതായ സിസ്റ്റമുണ്ട്. നമ്മുടെ സമുദായം എന്തേ ഇങ്ങനെ
ചെരുപ്പഴിച്ച് വെക്കുന്നതിൽ ശിഷ്ടമില്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും ക്ലീൻ അറിയണമെങ്കിൽ ഓന്റെ ചെരുപ്പിലേക്ക് നോക്കണമെന്നാണ്. ഓന്റെ ചെരുപ്പ് ഇപ്പൊ നോക്കണ്ട, ഇപ്പൊ പിന്നെ നാളെ ചെരുപ്പ് എങ്ങനെ ക്ലീൻ മനുഷ്യന്റെ. ഒരു പെണ്ണിന്റെ ക്ലീൻ അറിയണമെങ്കിൽ അവരുടെ വീട് മുഖം നോക്കിയിട്ടാ, ലിഫ്റ്റിക്ക് നോക്കിയിട്ടാ, ബാഗാ ബുർക്കാണി നോക്കിയിട്ടെന്തും ക്ലീൻ ചൊല്ലകാവില്ല. നോക്കിയിട്ടാവണു പെണ്ണ് ക്ലീൻ ഉള്ള ആളാണ്. ഒന്ന് മൈന് കിച്ചണ്, 2 ടോയ്ലറ്റ് ബാത്റൂം. ഇത് ക്ലീൻ ഇന്നിട്ട് കണ്ടെങ്കിൽ ഇതെന്തരെ ആരെങ്കിലും വന്നെങ്കിൽ നാണിപ്പ പാത്ര എടല്ല കൽകാണ്ട് ഭർത്തായ അപ്പൊ നിങ്ങ വന്നേന്ന് എപ്പോ ഇതേമാ ഇങ്ങനെയാ എങ്ങനെ കൽക ഭർത്തായ ഇപ്പൊ ഭർത്തായ എത്ര ഇപ്പടിച്ചെത്ര മക്കളെല്ലാം വിടക്കാക്കുണ്ട്. പാപ മക്കൾക്ക് പേര് പാവ മക്ക ഇന്നലെ മുഞ്ഞാണ്ടിട്ടത് അത് എടുത്തിട്ടേ ഇല്ല പേര് മക്കൾ. പിന്നെ അർജന്റ് കാർ വന്നാൽ പിന്നെ എല്ലാം വലിച്ച് എടുത്തു പോയിട്ട് വാഷിംഗ് മെഷീൻ്റെ ഉൾകേറ്റിട്ട് അതിന്റെ മേലെ ഒരു പാത്ര ഡിം തീന്തവിടെ എല്ലാം ആരും കാണുകയില്ല. ചില പെണ്ണുങ്ങളെ വന്ന് നോക്കൊണ്ട് വാഷിംഗ് മെഷീൻ്റെ ഉൾഗ, ഫ്രിഡ്ജിലെ ഉൾഗല്ല തുറന്നിട്ട് മറ്റൊരുത്തന്റെ വീട്ടിലേക്ക് പോയാൽ തുറന്നു നോക്കാൻ പാടില്ലെന്നാണ് ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ലുഖ്മാൻ തങ്ങളുടെ വസിയത്തിലുണ്ട്. നമ്മൾക്ക് തുറക്കാൻ മറ്റുള്ളവരുടെ വീട്ടിൽ പോയാൽ നീ നിന്റെ കണ്ണ് നല്ലോണം സൂക്ഷിക്കണം, അവിടെ ഇവിടെയെല്ലാം നോക്കാൻ പാടില്ല. എല്ലാം ഇതെന്തിരെ എപ്പറച്ചു വെച്ചത് ഒക്ക മീന് എത്ര നാളായിട്ട് കബാബ് റെഡി എപ്പോ മസാല ഇട്ട് വയ്ക്കരേമാ, ഇതെല്ലാം നമ്മൾ ഇൻക്വയറി ആക്കാൻ പാടുള്ളതല്ല. ഏതുമാകട്ടെ മുത്തുമുമ്മിനീങ്ങളെ, നമ്മൾ നല്ല വൃത്തിയുണ്ടാകണം, നല്ല ക്ലീൻ ഉണ്ടാകണം. നമ്മുടെ ഭാര്യമാർ ആ ഭാര്യമാർക്ക് വേണ്ടി നമ്മൾ സഹിക്കണം, ത്യാഗം ചെയ്യണം, അവരെ സ്നേഹിക്കണം, അവർക്ക് സപ്പോർട്ട് ചെയ്യണം, അവരെ കരയിപ്പിക്കരുത്, അവരെ മോശപ്പെടുത്തരുത്, അവരെ ഇൻസൾട്ട് ചെയ്യരുത്. നമ്മുടെ പെങ്ങന്മാരെ മുന്നില്, നമ്മുടെ ഫാമിലിക്കാരുടെ മുന്നില് ഓളങ്ങനമേ, ഓൾ എപ്പോഴും അങ്ങനമേ, ഓള ഉമ്മ അങ്ങ കൂട്ടുകുടുംബെല്ലാം അങ്ങനമേ പാടില്ല. അവളെങ്ങാനും കരഞ്ഞു പോയാ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ, നിങ്ങളിൽ ഏറ്റവും നല്ല ആള് ഹാജാറല്ല, ഉസ്താദല്ല, നല്ല സ്വഭാവമുള്ളവനാരോ, നല്ല സ്വഭാവം വേണം. വഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ്? നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അവനവന്റെ ഭാര്യയോട്, വൈഫിനോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് നിങ്ങളിൽ നല്ലവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല രൂപത്തിൽ സംസാരിക്കണം ആരോടും അല്ലെ. അപ്പുറത്തെ ഉത്തരങ്ങളെ കണ്ടെങ്കിൽ എന്ത് ചിരി, എന്ത് സന്തോഷ. ദാദാ ഉണ്ടാറ ഈ ഉത്തുള്ള ദാദാ ഉണ്ടുണ ഈ വിഷയ ഉണ്ടാ ദാദര തലനമ്പലല്ല സുമാറായിത്താന്ന് കേൾക്കുമ്പോ നിന്റെ ഒത്ത് ഇതുപോലത്തെ ഒരു ദാദ ഉണ്ട് നിനക്ക് വേണ്ടി ത്യാഗം ചെയ്ത് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ ഭാര്യയില്ലേ, ആ ഭാര്യയുടെ രോഗത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും നീ അവളുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ അല്ലാഹു നിന്നെ പൊരുത്തപ്പെടുന്നില്ല, നീ നല്ലവനല്ല. നിന്റെ ഭാര്യക്ക് തോന്നണം എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു മനുഷ്യനാണ്. അവളെ ക്യാർ ചെയ്യണം, അവളെ ആശ്വസിപ്പിക്കണം. ഫുഡ് ഒരു നേരം കൊടുത്തില്ലെങ്കിലും വിരോധമല്ല, സ്നേഹത്തിൽ നീ കുറക്കണ്ട, അവളെ ഫളീഹത്താക്കണ്ട, നാണം കെടുത്തണ്ട, ഇൻസൾട്ട് ചെയ്തു പോകണ്ട. അവളുടെ ത്യാഗം അല്ലേ കേക്ക് രണ്ടുണ്ടു, നിക്കെന്തിരുണ്ടൂടെ സൊറ അല്ലേ, നിക്കെന്തിരുണ്ടൂടെ പെഞ്ഞായിരൊട്ടു കേക്കുകൊണ്ട് നിക്കെന്തിര സൊറ ഉണ്ടൂടെ. ആಯ್ತು നിക്ക് സൊറ ഇല്ലെങ്കിൽ വേണ്ട, നോക്ക ഒരു 2 വാര അവളെ ഒത്തുക്ക് പോട്ട് നോക്ക, 2 വാര ഈ മക്കളെല്ലാം നോക്കി ഫുഡാക്കിയിട്ട് ആകെ അടിച്ച് തോർത്തി പിടിച്ചിട്ടുള്ള സാധ്യ ഉണ്ട? 2 വാര 2 നാൾ സാധ്യ ഉണ്ട? സാധ്യല്ല. അത് അല്ലാഹു അവർക്ക് നൽകിയ ഗിഫ്റ്റാണ്. അതുകൊണ്ട് നിന്റെ ഭാര്യയെ നീ ബഹുമാനിക്കണം, പിരിസം കൊടുക്കണം, സ്നേഹം കൊടുക്കണം. വലിയ പടുകൂറ്റൻ 1.5 കോടിയുടെ വീട്, ആ വീട്ടുകാരെ കൗൺസിലിംഗ് ചെയ്യുമ്പോ ആ വൈഫ് ഭർത്താവിന്റെ മുഖം നോക്കി പറഞ്ഞത്, ഉസ്താദേ എത്ര വില അകന്നിട്ട് എന്ത് പ്രയോജന, നക്കക വേണ്ട, കാസ് വേണ്ട, നണ്ടൊട്ടു ഇത്തര ഒരു കുട്ടു പിർസൈ മനസ്സകില്ല. സുബ്ഹാനല്ലാഹ്, അവർ ആഗ്രഹിക്കുന്നത് വലിയ വീടല്ല, സ്വത്തുക്കളല്ല, അവർക്ക് ഭർത്താവിങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടണം, ആ സ്നേഹം കൊടുക്കണം.
സൗകര്യം കൊടുക്കണം. നല്ല പോലെ നമ്മുടെ ഭാര്യമാരെ സന്തോഷിപ്പിക്കണം. ഇത് തലാക്കര ബിസിയല്ലായിട്ട് പഞ്ചാധികാക്കുമ്പോ ഒരേ ബിസിയ നണ്ട അവളർത്താക്കില്ല ഓണു ഓന്റെ വിഷയ അവളൊട്ട് കേട്ടപ്പ അയാൾ നണ്ട അർത്ഥമേ ആക്കില്ല. ഇപ്പൊ എന്ത് വിഷയ? അയാൾ അവണും അർത്ഥാക്കില്ല, അവളയാൾ രണ്ടാൾ അപ്പുറം ഇപ്പുറം അർത്ഥാക്കുന്നില്ല. പരസ്പരം പൊരുത്തപ്പെട്ട് കൊണ്ടുപോകണം. എല്ലാം മറക്കണം, പൊരുത്തപ്പെടണം, സ്നേഹിക്കണം. അങ്ങനെ പോയാൽ നാളെ സുഖലോക സ്വർഗത്തെത്തുമ്പോ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഭാര്യക്ക് പൊരുത്തപ്പെട്ട് കൊടുത്ത ഭർത്താവ്, ഹസ്ബൻഡിന് മാപ്പ് കൊടുത്ത് സന്തോഷത്തോടെ ജീവിച്ച ഭാര്യ, രണ്ടാൾക്കും അല്ലാഹു സ്വർഗം നൽകുന്നു. സ്വർഗത്തിലെന്ത് ആനന്ദമാ, എന്ത് സന്തോഷമാ. അവിടെ എല്ലാരും ചെറുപ്പക്കാരാണ്, യങ്കാണ്, ആർക്കും വയസ്സില്ല, സൗന്ദര്യമാണ്, ചന്തമാ. സുഖലോക സ്വർഗത്തിൽ വെച്ച് പെണ്ണിനേക്കാൾ എത്രയോ 10 മടങ്ങ് സൗന്ദര്യമാണിനാണ്. പെണ്ണിനും അല്ലാഹു സൗന്ദര്യം കൊടുക്കുന്നുണ്ട്, ആണിനും സൗന്ദര്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ഉള്ള ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. കുറ്റമില്ലാത്തവരില്ല, കുറവില്ലാത്തവരില്ല. ഫുള്ളായിട്ട് നമ്മളെ അർത്ഥാക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഭാര്യമാർ നിങ്ങളുടെ ഹസ്ബൻഡിനെ അർത്ഥമാക്കണം. അങ്ങനെ അർത്ഥാക്കണോ, അങ്ങനെ കഷ്ടാർത്ഥാക്കണോ, അങ്ങനെ ടെൻഷൻ അർത്ഥാക്കണോ, അങ്ങനെ സ്ട്രെസ് അർത്ഥാക്കണോ, അങ്ങനെ പ്രോബ്ലംസുകളെല്ലാം അർത്ഥാക്കണോ. ഭർത്താവായ ഹസ്ബൻഡായവൻ എൻ്റെ വൈഫ് നക്ക് വേണ്ടി ത്യാഗാക്കറോളൂ, നക്ക് ഫുഡാക്കറോളൂ, നന്റെ മക്കളെ നോക്കി വളർത്തറോളൂ. ഇതെല്ലാം ത്യാഗാക്കിയിട്ട് നണ്ടൊട്ടുകു നിൽക്കറോളൂ. ഈ ഒരു ചിന്ത എല്ലാ ഭർത്താവിൻ്റെയും മനസ്സിലുണ്ടാകണം. അല്ലാ കുടുംബജീവിതം, ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കണം. അല്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു തആല നമ്മുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് ചെയ്യട്ടെ. ചുരുക്കി പറയുന്നു, നമ്മുടെ ഉമ്മയും ഉപ്പയും അല്ലാഹും അവന്റെ റസൂലും കഴിച്ചാൽ പിന്നെ നമുക്ക് ഏറ്റവും കടമപ്പെട്ടവർ ഉമ്മയാണ്, ഉപ്പയാണ്. അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം. നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ നന്ദി ചെയ്യണം. അല്ലാഹു തആല പറയുന്നു, മംബറനി വഅഖവാലിദൈ കതബ്തുഹു അഖാ. അല്ലാഹ്ക്ക് ഗുണം ചെയ്തു, നിസ്കരിച്ചു, നോമ്പെടുത്തു, എല്ലാം ചെയ്തു. വഅഖവാലിദൈ, ഉമ്മാനെയും ഉപ്പാനെയും ബുദ്ധിമുട്ടിച്ചാൽ കതബ്തുഹു അഖാ. മൂസാ നബിയോട് അല്ലാഹു പറയാണ്, അവനെ ബുദ്ധിമുട്ടിക്കുന്നവരിൽ എഴുതപ്പെടുകയാണ്, നല്ലവനല്ല. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഉംറയുണ്ട്, ഹജ്ജുണ്ട്, സക്കാത്തുണ്ട്, എല്ലാം മുറ പോലെയുണ്ട്. ഉമ്മടെ ക്യാറാക്കില്ല, അബ്ബടെ ക്യാറാക്കില്ല. ഉമ്മാനെ ഇഷ്ടല്ല, അബ്ബാടെ ഇഷ്ടല്ല. അങ്ങനെ നിങ്ങളായിപ്പോയാ കതബ്തുഹു അഖാ. ബുദ്ധിമുട്ടിക്കുന്നവരിലേക്ക് അവരെ എഴുതുമെന്ന് അല്ലാഹു പറയുമ്പോ, ഒമന്നഖനി വബറ വാലിദൈഹി കതബ്തുഹു ബറാ. അല്ലാഹുവിന്റെ വിധിവിലക്കുകളിൽ മാറ് കാണിച്ചു, അല്ലാഹുവിനോട് ഇഷ്ടക്കേട് കാണിച്ചു, അല്ലാഹുവിനെതിര് കാണിച്ചു, എന്നിട്ട് വബറ വാലിദൈഹി, ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്ത കതബ്തുഹു ബറാ, അവനെ ഗുണവാനിൽ എഴുതപ്പെടുകയാണ്. അല്ലാഹുമായി ബന്ധപ്പെട്ടതിന് അല്ലാഹു മാപ്പ് നൽകുന്നു. ഉമ്മാനെയും ഉപ്പാനെയും ബുദ്ധിമുട്ടിച്ചതിന് മാപ്പില്ല. വെറുപ്പിച്ച ശിക്ഷയും തക്ഷണം ലഭിക്കുന്നതാ. മൗത്തിന്റെ മുമ്പ് അവൻ അനുഭവിച്ചറിയുന്നതാ. ഒരു ചീത്ത വാക്കവരെ പറഞ്ഞാൽ പിന്നെ അല്ലാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. ഉമ്മാനെ ഒരു ചീത്ത വാക്ക് പറഞ്ഞാൽ, ഉപ്പാനെ ഒരു ചീത്ത വാക്ക് പറഞ്ഞാൽ, ഫലാ തഖുൽ ലഹുമാ ഉഫിൻ എന്നുള്ള വാക്ക് പോലും പറയാൻ പാടില്ലെന്ന് കേട്ടല്ലോ.
ചേന്നുള്ള വാക്ക് മഹാന്മാര് പറയുന്നു. ഉമ്മരെ മോത്തുകൂ അപ്പരെ മോത്തുകൂ കണ്ണ് ബലിയാക്കിയിട്ട് നോക്കരുത് പോലും അള്ളാഹു പൊരുത്തപ്പെട്ട വിഷയല്ല. എന്തും ചൊല്ലണ്ട, ഉമ്മടെ കണ്ണ് മറിച്ചിട്ട് നോക്കരുത് പോലും അള്ളാഹുക്ക് ഇഷ്ടല്ല അല്ലേ? പേരൻസ് മീറ്റിംഗ് പറയുമ്പോ മക്കതാ ഉസ്താദിട്ട മാത്ത് എന്തെങ്കിലും ചൊന്നെങ്ക് നാ പിന്നെ പോവല്ല, സാറിട്ട് എന്തെങ്കിലും ചൊന്നെങ്ക് കേട്ടെങ്ക് ചൊല്ലണോ, ഡീസന്റ് സൈലന്റ് വൈലന്റ് അല്ലെ, മക്ക ചൊന്ന് കൊടുക്കരുത്, എങ്ങനെ ചൊല്ലണോ? ഈ ഒരവസ്ഥയാവരുത്. ഉമ്മയോടും ഉപ്പയോടും കടുത്ത ഒരു വാക്കില് പോലും ഒരക്ഷരം പറഞ്ഞു പോയാൽ അള്ളാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. ഉമ്മയുടെ മനസ്സ് നൊമ്പലമായോ, അപ്പടെ മനസ്സ് ബേജാറാക്കിയമാ, അല്ലാഹു അവനുക്ക് ശാപ വയ്ക്കറ്, അതിലൊരു സംശയ വേണ്ട. ഉമ്മ സാപ്പ വൈക്കൊണ്ടില്ല, അപ്പ സാപ്പ വൈക്കൊണ്ടില്ല. നീ എത്ര വലിയ പണക്കാരനായിക്കോ, എത്ര വലിയ ലീഡറായോ, എത്ര വലിയ ഉസ്താദായോ, എത്ര വലിയ തങ്ങളായോ, എത്ര വലിയ വലിയായോ, സ്വഹാബിയായ മണിസക് പോലും കബറിൽ കിടന്നിട്ട് കബറിൽ തീ കത്തിയിട്ട് ശിക്ഷ കിട്ടിയോണ്ടുണ്ടോ? മുത്ത റസൂലുള്ള കേക്കറും ഉമ്മ നിങ്ങളെ മോണല്ലേ ഉമ്മ, മാപ്പാക്കി കൊടുക്കൊറുമ്മ. ഉമ്മ ചൊല്ലു നബിയേ, നന്റെ മനസ്സിൽ മോണ്ടൊട്ടുക ബേജാറുണ്ടോ? റസൂലുള്ള ചൊല്ലു നബി, ഉമ്മ നിങ്ങളെ മോണ് അദാബ് കിട്ടിയോണ്ടുണ്ടോ? മാപ്പ് കൊടുക്കൊറുമ്മ. ഉമ്മ ചൊല്ലു നബിയേ, നബി തങ്ങ ചൊന്നയ്ക്ക് വേണായിട്ട് നന്റെ മോണകു നാ മാപ്പ് കൊടുത്തോണ്ടുള്ള ചൊല്ല സമയമാകുമ്പോ കബറ ഉൽഗത്തെ വിളിച്ചിട്ട് ജസാക്കല്ലാ യാ റസൂലല്ലാ, നബിയേ ഈ കബറിന്റെ ശിക്ഷരെ തൊട്ടിട്ടോ നിന്റെ സലാമത്താക്കി തന്നല്ലേ നബിയേ, ജസാക്കല്ലാഹു ഖൈറാ. അത്ര വലിയ മഹാനായിട്ട് പോലോ ഉമ്മയുടെ മനസ്സിൽ ബേജാറുന്ന സബലോ കബറിൽ ശിക്ഷ അനുഭവിച്ചോണ്ടിരുന്ന സ്വഹാബിരെ കത്ത് ആ ചരിത്രമായിട്ടിന്നെങ്ക് ഉമ്മയുടെ ബേജാറ് അബ്ബടെ ബേജാറ് അതൊക്കൊരു പരിഹാരം ഈ ദുനിയാവിൽ വേറെ ഇല്ല. അല്ലാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ. അല്ലാഹുടെ സാപ, റബ്ബുടെ സാപ, ഉസ്താദരെ സാപ പേടിയില്ലേ ഞങ്ങൾക്ക്? തങ്ങന്മാരെ സാപ പേടിയില്ലേ ഞങ്ങൾക്ക്? ഔലിയാക്കന്മാരെ സാപ പേടിയില്ലേ ഞങ്ങൾക്ക്? എല്ലവും പേടിക്കണോ? എല്ലാത്തരാട്ടിയും വലിയൊരു ഖാലിക്കായ റബ്ബുടെ സാപ ഉണ്ടല്ലേ. ആ സാപ കിട്ടത് എന്ത് വിഷയകൊണ്ടുണ്ടാ? ഉമ്മ ബേജാറാക്കിയ, ഉപ്പ സങ്കടപ്പെട്ടു പോയാ മക്കളെ രക്ഷപ്പെടൂല. ഉമ്മാന്റെ ശാപത്തിന് ഉപ്പാന്റെ ബേജാറിന് ഈ ഭൂമിയിൽ പരിഹാരം ഇല്ല കേട്ടോ. കോടികൾ കൊടുത്തിട്ടും കാര്യമില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഉമ്മാക്ക് പകരം ഉപ്പാക്ക് പകരം ഇവിടെ ആരും പകരമില്ല. എത്ര തങ്ങന്മാർ ദ്വാരെന്നെങ്കോ, എത്ര ഉസ്താദന്മാർ ദ്വാരെന്നെങ്കിലോ ഉമ്മാന്റെയും അബ്ബാന്റെയും സാവ അത് തിരിച്ചു പോവൂല, അത് മാഞ്ഞു പോവൂല, അതില്ലാതെയാവൂല. ഉമ്മക്കും അബ്ബക്കും വേണായ സമയത്ത് വേണായത് കൊടുക്കണം. അങ്ങ് പണ്ട് എവിടേക്കും ചുത്ത പോയിട്ടില്ല, വിളിച്ചോണ്ട് പോണു. ഉമ്മയുടെ ആശ പൂർത്തിയാക്കണു, അബ്ബരെ ആശ പൂർത്തിയാക്കണു. വൈഫിക്ക് ഗിഫ്റ്റ് എടുക്കുമ്പോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഗിഫ്റ്റ് എടുക്കുമ്പോ നിന്റെ ഉമ്മയുടെയും അബ്ബയുടെയും മറന്നു പോകണ്ട. വയസ്സായ ഉമ്മ ഒരാശയുണ്ട്, ഒരു ചെറിയ ബംഗാറ് ചെയിന്, അതല്ലെങ്കിൽ ഒരു മോതിര, അതല്ലെങ്കിൽ ഒരു കാതിര്, അല്ലെങ്കിൽ ഒരു ബല ഉമ്മാരട്ടുകൊ ചൊന്നിട്ടില്ല. പക്ഷേ ആ ആസരെ കണ്ടറിഞ്ഞിട്ട് ഉമ്മയുടെ ആശ പൂർത്തിയാക്കോ.
അതല്ലെങ്കിൽ ഒന്ന് ഉംറത്ത് പോ, അതല്ലെങ്കിൽ ഒരു അജ്മീർ പോ, അതല്ലെങ്കിൽ എവിടെയാകാനും വിളിച്ച പോയിട്ട് ഒരു മനസ്സാശ്വാസത്തിന് ഉമ്മക്ക് ആശയുണ്ടോ? ഈ ഉമ്മരട്ട് ചൊല്ലാണ്ട് അവിടെ പോകുണ്ടോ ഇവിടെ പോകുണ്ടോ ചൊന്നിട്ട് പോയെങ്കിൽ അള്ളാഹുടെ പുറത്തൈക്കല, പടച്ചോന്റെ കാവലിക്കല. അബ്ബ എത്തരമാ കഷ്ട വന്നിട്ട് ഞങ്ങളെ നോക്കി ബൽത്തി ബലിയാക്കിയിട്ട് ഈ അബ്ബകൊരു ഹിതമെടുക്കുകയോ, അബ്ബകൊരു സഹായാക്കുകയോ, ഉമ്മകൊരു സഹായാക്കുകയോ. ഈ മക്ക മനസ്സ് കാട്ടില്ലാണ്ട് കണ്ടെങ്കിൽ, അങ്ങക്ക് വെറുപ്പ് കാട്ടിയെങ്കിൽ, അങ്ങലൊട്ടുക അർസ കാട്ടിയെങ്കിൽ വെറുപ്പിച്ച ശിക്ഷയും തക്ഷണം ലഭിക്കുന്നതാ. ഉമ്മയുടെയും അബ്ബയുടെയും ബേജാറ് എഫക്ട്, അത് റിസൾട്ട്, അത് ചമ്മ ടൈം പോവണ്ട, മൗത്തിന്റെ മുമ്പവൻ അനുഭവിച്ചെറിയുന്നതാ. നിസ്കരിക്കാത്തതിന് അദാബ് നാളെ മഹ്ശറിലുണ്ടോ? നോമ്പെടുക്കാത്തതിനുണ്ടോ? ദുനിയാവിലും ആഖിറത്തിലും ശിക്ഷ ഉള്ള സബ്ജക്റ്റ് ഒന്നുണ്ടാ. ഉമ്മടെ വിസയാ അപ്പടെ വിസയാ, അതിൽ യാരകറോടി വന്നേട്ട് കണ്ടെങ്കിൽ മരണത്തിന് മുമ്പ് അത് അനുഭവിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് കിട്ടാതെ പോകുന്നില്ല. ഉമ്മാനെ ഇൻസൾട്ട് ചെയ്ത അള്ളാഹു നിന്നെ ഇൻസൾട്ട് ചെയ്യാതിരിക്കില്ല. ഉപ്പാന്റെ ബഹുമാനം കുറച്ച അള്ളാഹു നിന്റെ ബഹുമാനം കുറക്കാതിരിക്കില്ല. ഉമ്മയോട് ഉപ്പയോട് ഉമ്മക്കും ഉപ്പാക്കും ദുആരക്കാത്തോന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുന്നില്ല. ഉമ്മക്ക് ദുആർക്ക് ടൈമില്ലേ, അപ്പക്ക് ദുആർക്ക് ടൈമില്ലേ. അങ്ങക്ക് ദാരിദ്ര്യ പറകു സാധ്യതയുണ്ടോ? അങ്ങക്ക് കഷ്ട പറകു സാധ്യതയുണ്ടോ? അങ്ങനെ ആഹാരത്തിൽ ബറക്കത്ത് കുറയോ സാധ്യതയുണ്ടോ? അങ്ങനെ കച്ചവടത്തിൽ ബറക്കത്ത് കുറയോ സാധ്യതയുണ്ടോ? ഓരോ ദുആലും നിനക്ക് വേണ്ടി നീ ദുആരക്കുമ്പോ നിന്റെ ഉമ്മ ജീവിച്ചിരിക്കട്ടെ, മരിച്ചിരിക്കട്ടെ. ഉമ്മാക്ക് നീ ദുആരുന്നില്ലെങ്കിൽ, അബ്ബക്ക് നീ ദുആരുന്നില്ലെങ്കിൽ നിന്റെ ദുആ അല്ലാഹ്ക്ക് ഇഷ്ടമല്ല. മക്കളെ, ഉമ്മക്ക് വേൺമായിട്ട് ദ്വാരക്കണോ, അപ്പക്ക് വേൺമായിട്ട് ദ്വാരക്കണോ. ഈ ദ്വാരം നീണ്ട് കണ്ടെങ്കിൽ അള്ളാഹു നിന്റെ കാര്യമെല്ലാം പൂർത്തിയാക്കി തണ്ടതിൽ ഒരു സംശയം വേണ്ട. ഓരോ വെള്ളിയാഴ്ച രാത്രിയും, എല്ലാ വെള്ളിയാഴ്ച രാത്രിയും മക്കളുടെ സ്വതക്ക കാത്തിരിക്കുന്നുണ്ട്. കബറിൽ കിടക്കര ഉമ്മ, കബറിൽ കിടക്കര അബ്ബ, നണ്ട മക്ക നങ്ങ് സ്വതക്കാക്കിടാറാ. ഒരു വാരം മുഴുവനും ആക്കിയ സ്വതക്ക വെള്ളിയാസ് ജാവുരുണ്ട്. അങ്ങ് എടുത്ത പോയി കൊടുക്കുമ്പോ വലിയ വലിയ ചരിത്രമുണ്ടോ? എത്രമാ ആൽമാറ് വെള്ളിയാസ് ജാവോ മറിച്ചങ്ങ വന്ന് ഗിഫ്റ്റ് എടുത്ത പോണ്ട് കിണാവ് കാണുമ്പോ ഒരാള് മാത്ര കീറിപ്പറിഞ്ഞ ഡ്രസ് ഇട്ടോണ്ടു വന്നിട്ട് എന്തുമില്ലാണ്ട് തിരിഞ്ഞു പോണ്ട ഒരവസ്ഥ. ആ സ്വപ്നം കണ്ട മഹാൻ അയാളോട്ട് പോയി കേക്കറ്, അല്ല എന്തിരേ നിങ്ങളെ ബിസി എന്തിരേ? അയാള് കിനാവിൽ ചൊല്ലോ, ഇതാ അങ്ങനെയുള്ള ഫാമിലി രംഗ, അങ്ങകല്ല വേണായിട്ട് സ്വതക്കാക്കുമ്പോ അങ്ങകല്ലത് കിട്ടിയോണ്ടുണ്ടോ? നണ്ട മക്കാറും നക്ക് വേണായിട്ട് സ്വതക്കാക്കിയോണ്ടില്ല. നാ ബേജാറിലുള്ള നമുക്ക് എന്താ ഉമ്മാക്കിയിട്ട് നണ്ട മക്കൾക്ക് ഇത് വിഷയ ചൊല്ലമാ. ആ മഹാൻ മക്കളെ വിളിച്ചിട്ട് ചൊല്ലുതാ, നിങ്ങളെ മരിച്ചുപോയ അബ്ബര പേരിൽ നിങ്ങ എന്തായെങ്കിലും ഒരു സ്വതക്കയാക്കുവാറാ. ആ മക്ക സ്വതക്കയാക്കിയിട്ട് പണ്ട് വെള്ളിയാഴ്ച ജാവ് കിടന്നുറങ്ങുമ്പോ ഈ മക്കളെ അബ്ബ നല്ല ഡ്രസ് ഇട്ടിട്ട് ഈ ഗിഫ്റ്റ് എടുക്കുകയായിട്ട് വന്നിട്ട് നല്ല വല്ല ഗിഫ്റ്റ് പിടിച്ചോണ്ടു പോണ്ട കിണാവാ മഹാൻ കണ്ടിട്ടിന്നെങ്കിൽ മരിച്ചുപോയെങ്കിൽ ഞങ്ങൾക്കര സ്വതക്ക അത് എവിടെയും പോകില്ല. നമ്മുടെ ഉമ്മക്ക് നമ്മൾ കൊടുത്താൽ, നമ്മുടെ വാപ്പക്ക് നമ്മൾ കൊടുത്താ, ഞാനും നിങ്ങളും മരിച്ച നമ്മുടെ മക്കൾ നമുക്ക് സ്വതക്ക ചെയ്യണ്ടേ? നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി കൊടുക്കണ്ടേ? അല്ലാഹുവേ തൗഫീഖ് നൽകണം അല്ലാ. മരിച്ച ഉമ്മരെ പേരിൽ അബ്ബരെ പേരിൽ
ഞങ്ങൾ സ്വതക്ക കൊടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഞങ്ങൾക്ക് ഞങ്ങളെ ഉമ്മ അബ്ബ അങ്ങ് എന്തിനാക്കിയത് എല്ലാം വിത്തുപോയിരല്ലേ പറയണ്ട. നമ്മൾ ഇത്ര ആക്കിയത് നമ്മുടെ ഉമ്മയാണ്, ഉപ്പയാണ്. പണ്ടത്തെ കാലത്ത് നമ്മളെ പ്രസവിക്കാൻ ഡെലിവറിക്ക് വന്ന ത്യാഗം ഇത്രയാണ്. ഉമ്മ മരിച്ചപ്പോഴാണ് ഉമ്മ എന്ന് വിളിക്കാൻ ഒരാശ അല്ലേ? അബ്ബ മരിച്ചപ്പോൾ ആശ അബ്ബ എന്ന് വിളിക്കാൻ. അതുകൊണ്ട് ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി സ്വതക്ക ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നിർത്തുന്നു മുഅ്മിനീങ്ങൾ. ഇവിടെ മദ്രസിന്റെ മോളില് അല്ലേ, ഇവിടെ പ്രസിഡന്റോടൊന്നും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മദ്രസിന്റെ മോളിൽ ഒരു 5 ലക്ഷം റുപ്യോളം ചെലവരുന്നൊരു പദ്ധതി എടുക്കുന്നൊരു ഉദ്ദേശമുണ്ട്. ഇൻഷാ അള്ളാഹ് വലിയ സംഭാവനയൊന്നും ആരോടും ചോദിക്കുന്നില്ല, ചെറിയ സംഭാവനയോ അല്ലതോ തരുന്നുണ്ടെങ്കിൽ മാത്രം. സമയം അതിനെടുക്കുന്നില്ല, വലുതൊന്നും ചോദിക്കില്ല. ഒരു 6666 റുപ്യ മരിച്ചുപോയ ഉമ്മാന്റെ അബ്ബയുടെ പേരിൽ ആരെങ്കിലും ചോദിച്ചെങ്കിൽ ഇപ്പൊ കൊടുക്കേണ്ട, അത് രസറാകുമ്പോ ഇൻഷാ അള്ളാഹ് കൊടുക്കാൻ മനസ്സുള്ള ആരെങ്കിലും ഈ സദസ്സിൽ ആണുങ്ങളോ പെണ്ണുങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാം. ജാരിയായ സദഖയാണ്. ഒരുപാട് കാലങ്ങളോളം നമുക്കും നമ്മളിൽ നിന്ന് മരിച്ചുപോയവർക്കും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന സദഖയാണ്. ആരെങ്കിലും ആ പണിയാകുമ്പോ ഒരു 6666 റുപ്യ മരിച്ചുപോയ അബ്ബയുടെ പേരിൽ അല്ലെങ്കിൽ ഉമ്മയുടെ പേരിൽ നാട്ടിലുള്ളവരോ വിദേശത്തുള്ളവരോ ആണുങ്ങളോ പെണ്ണുങ്ങളോ സമയം നടക്കുന്നില്ല, പെട്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞ് ചെറിയൊരു ദുആയും നടത്തിയിട്ട് പിരിയാം. ആരെങ്കിലും നിങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് വേണ്ടി, അത് നിങ്ങൾക്കും പ്രതിഫലമാണ്. മക്കൾ സാലിഹീങ്ങളാവാൻ, കുടുംബത്തിൽ ആശ്വാസം കിട്ടാൻ, ദീനിന്റെ മേഖലക്ക് കൊടുക്കുന്ന സഹായം ഇൻഷാ അല്ലാഹ് ശരീഅത്ത് കോളേജിന്റെ ഉദ്ദേശമുണ്ട്, പള്ളി വലുതാക്കേണ്ട ലക്ഷ്യമുണ്ട്, ദർസ് വിപുലീകരിക്കുന്ന ഉദ്ദേശം. ഇതെല്ലാം നിങ്ങളുടെ കെട്ടുറപ്പും നിങ്ങളുടെ സഹായവും നിങ്ങളുടെ സഹകരണവും നല്ല ഐക്യവും ഈ നാട്ടിൽ നിലനിൽക്കണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആരെങ്കിലും ഉണ്ട് ഒരു 6666 ഇപ്പൊ കൊടുക്കണ്ട, സമയാകുമ്പോ കൊടുത്താൽ മതി. ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറയാം. ഇല്ലെങ്കിൽ ഇത് വരുന്നിട്ട് പിരിയ ബേജാറൊന്നും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സമയാകുമ്പോ പണിയൊക്കെ ആകുമ്പോ ഈ ഒരു ഷീറ്റ് സംരംഭം, അതുപോലെ ലക്ഷങ്ങൾ ചെലവുള്ള ഒരു സംരംഭത്തിന് നന്മയുടെ കൂട്ടായിട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഒരു സംഭാവന ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. എന്ത് പേരാള്? അബ്ദുർ റഷീദ് അല്ലേ? അൽഹംദുലില്ലാഹ്. അബ്ദുർ റഷീദിന് നീ ബറക്കത്തും റഹ്മത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാ ഹലാലായ മുറാദുകളും അബ്ദുർ റഷീദിന്റെ നീ പൂർത്തിയാക്കണേ അല്ലാഹ്. കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിലും കുടുംബത്തിലും നീ റാഹത്ത് നൽകണേ അല്ലാഹ്. അബ്ദുർ റഷീദിന് നീ ഖൈർ കോരിവാരി കൊടുക്കണേ അല്ലാഹ്. അബ്ദുർ റഷീദിന്റെ വിഷമങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാഹ്. ജാരിയായ സ്വതക്കയായി ഖിയാമത്ത് നാൾ വരെ പ്രതിഫലം കിട്ടുന്ന നന്മയായി ബദരീകളെ ബറക്കത്ത് കൊണ്ട് നീ അത് ഏറ്റെടുക്കണേ അല്ലാഹ്. ആദ്യമായി തുടക്കം കുറിച്ച അബ്ദുർ റഷീദിന് നീ ദുനിയാവിലും ആഖിറത്തിലും നീ ഇസ്സത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. വേറെ ആരുണ്ടാ? അതൊരാൾ കൈ വന്നിച്ചാണ്. അയാളെ പേരെന്ത്? അയാളെ പേരെന്ത്? അബ്ദുള്ള അല്ലേ? അബ്ദുള്ള. അല്ലാഹുവേ അബ്ദുള്ള കാക്കും കുടുംബത്തിനും നീ ഖൈർ നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. ഇൽമ് പഠിക്കുന്ന അദ്ദേഹത്തിന്റെ വീടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ ഖൈറും ബറക്കത്തും റാഹത്തുള്ള വീടാക്കി കൊടുക്കണേ അല്ലാഹ്. സമാധാനവും സന്തോഷവും നൽകണേ അല്ലാഹ്. അബ്ദുള്ള അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ ഈ ഒരു മദ്രസയുടെ ആവശ്യം പറഞ്ഞപ്പോ സന്തോഷത്തോടെ കൈ ഉയർത്തിയതാണ്. അവർക്ക് സന്തോഷം നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളെ നീക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മത്തും ബറക്കത്തും റാഹത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. അബ്ദുള്ളാക്കും കുടുംബത്തിനും റഹ്മത്തും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ മരിച്ചവരുടെ പേരിലോ? അൽഹംദുലില്ലാഹ്. പേര് അയാളുടെ പേരൊന്ന് മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. നല്ല നല്ല പേരാണ് മുഹമ്മദ്. അല്ലാഹുവേ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് ആ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ അല്ലാഹുവേ അദ്ദേഹത്തിന്റെ ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാഹ്. കുടുംബത്തിൽ ഖൈറും സമാധാനവും നൽകണേ അല്ലാഹ്. അവരിൽ നിന്ന് മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്.
ജീവിച്ചിരിപ്പുള്ളവർക്ക് റഹ്മത്തും ബറക്കത്തും നൽകണേ അല്ലാ. 6666 പറഞ്ഞ അദ്ദേഹത്തെയും കുടുംബത്തെയും നീ ഏറ്റെടുക്കണേ അല്ലാ. വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കല്ലാ. റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ. ജാരിയായ സ്വതക്കയായി നീ കബൂലാക്കല്ലാ. അല്ലാ, ഇതെനിക്കല്ല, കമ്മിറ്റിക്കല്ല, ഉസ്താദിനല്ല, ഇവിടത്തെ ദീനീ സംരംഭത്തിനാണ്. അല്ലാഹുവെ പകരം സ്വർഗം നൽകണേ അല്ലാ. ഈ മൂന്നാളുകൾക്കും ഇതിന് പകരം സ്വർഗത്തിലൊരിടം നൽകി കൊടുക്കണേ അല്ലാ. അല്ലാ, ഈ 6666 എല്ലാ ഞാട് ഞരമ്പുകൾക്ക് ഇവർക്കെല്ലാവർക്കും നീ ആഫിയത്തും റാഹത്തും റഹ്മത്തും ബറക്കത്തും ഏറ്റിക്കൊടുക്കണം അല്ലാ. ബുദ്ധിമുട്ടുകളെ ദൂരീകരിച്ചു കൊടുക്കുക അല്ലാ. ഈ മൂന്നാളിൽ നിന്നും മരിച്ചുപോയ എല്ലാവർക്കും ഈ സമയം തന്നെ സന്തോഷമാക്കി എത്തിച്ചു കൊടുക്കണം അല്ലാ. പെണ്ണുങ്ങളെ ഭാഗത്ത് ഒരുപാട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മക്കളൊക്കെ ചോദിക്കും ഇൻഷാ അല്ലാ. സ്ത്രീകളെ ഭാഗത്ത് മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ, മരിച്ചുപോയ ഉപ്പാന്റെ പേരിൽ പൈസ ആണെന്നില്ല, എന്തെങ്കിലും സംഭാവന അല്ലെ, സ്വർണവും പറ്റും, എല്ലാം പറ്റും. ആ ഒരു ഷീറ്റ് സംരംഭത്തിന് വേണ്ടി ആണുങ്ങളും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ സമയം വൈകിപ്പിക്കുന്നില്ല. ഒരു 6666 പറയാൻ ഇൻഷാ അല്ലാ അതിന്റെ പണി നടക്കുമ്പോൾ കൊടുക്കുക. അള്ളാഹു അതിൽ കാബില് നൽകും, അള്ളാഹു അതിൽ ബറക്കത്ത് നൽകും. ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടത് അള്ളാഹു ഒഴിവാക്കി തരും. ബുദ്ധിമുട്ടുകൾ അള്ളാഹു തട്ടി ദൂരത്താക്കി തരും. സദഖ എല്ലാ അമലുകളും മഹ്ശറ വരെ എത്തിക്കുമെങ്കിൽ മഹ്ശറ തൊട്ട് സ്വർഗം വരെ കൊണ്ടെത്തിക്കുന്നത് സദഖയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? കൊടുക്കുക, നാളേക്ക് വേണ്ടി കൊടുക്കുക. സദഖ ചെയ്താൽ കുറച്ച് ആയുസ് കിട്ടുകയാണെങ്കിൽ ഞാൻ സദഖ ചെയ്യാം എന്നല്ലാട് നമ്മൾ പറയുന്നൊരു അവസരമുണ്ട്. രാത്രി കടന്നുറങ്ങിയ വയനാട്ട് ഉണ്ട് കയ്യിലെ ചെറു സഹോദരങ്ങൾ പലരും വെള്ളത്തിൽ ഒലിച്ചു പോയി. പലർക്കും ഇന്ന് വീടില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, കുടുംബമില്ല. അവർ വിഷമത്തിലാണ്. വീടില്ലാത്ത ബുദ്ധിമുട്ടുകളായി, മക്കളില്ലാത്ത കുടുംബമില്ലാത്ത അവസ്ഥകളായി. അള്ളാഹു നമുക്ക് വീട് തന്നിട്ടുണ്ട്, മക്കളെ തന്നിട്ടുണ്ട്, കുടുംബം തന്നിട്ടുണ്ട്. നമ്മുടെ ഉമ്മാക്ക് ആഫിയത്തിന് ആരോഗ്യത്തിന് വേണ്ടി, മരിച്ചുപോയ ഉമ്മക്കോ ഉപ്പക്കോ ഖബർ ജീവിതം സന്തോഷത്തിലാകാൻ വേണ്ടി ആരെങ്കിലും ആണുങ്ങളും പെണ്ണുങ്ങളും നല്ല നീയത്തോടെ ഇഖ്ലാസോടെ പറഞ്ഞോളി, അള്ളാഹു അതിന്റെ വഴി ഉണ്ടാക്കി തരും. വല്ല മുസീബത്തുകളും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഈ സദഖ മൂലം തട്ടിക്കളയും. ഒരു സംശയവും വേണ്ട. കാരണം അള്ളാഹിന്റെ ദീനിന് വേണ്ടിയാണ് നിങ്ങൾ പറയുന്നതും കൊടുക്കുന്നതും. അള്ളാഹുവേ, പറയുന്നവർ ഏറ്റെടുക്കുന്നവർ അവരെയും കുടുംബത്തെയും നീ ഏറ്റെടുക്കണേ അല്ലാ. അവരിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബർ നീ സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കണേ അല്ലാ. മൂന്നാളായി ആരെങ്കിലും ഉണ്ടാ? ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ. എന്താ പേരെന്താണ്? പേര് പറയാമെന്ന്. ഇബ്രാഹിം. അല്ലാഹുവേ, ഇബ്രാഹിം അല്ലാഹു നീ കബൂലാക്കണേ അല്ലാ, നീ സന്തോഷത്തിലാക്കണേ അല്ലാ. തൊപ്പിയൊക്കെ വെച്ചിരി ആവേശത്തോടെ മുമ്പന്തിയിൽ വന്നിരിക്കുന്നു. അല്ലാഹു നീ ഖൈർ നൽകണേ അല്ലാ. അദ്ദേഹത്തെ ഇബ്രാഹിം നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇബ്രാഹിം കാക്കും കുടുംബത്തിനും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. രോഗങ്ങൾ, വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. റഹ്മത്തും ബറക്കത്തും റാഹത്തും ഇബ്രാഹിം കാക്കും കുടുംബത്തിനും കോരിവാരി കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ സങ്കടങ്ങളെ നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. ഇബ്രാഹിം വേണ്ടപ്പെട്ടവർക്കും ഖൈറും ബറക്കത്തും റഹ്മത്തും നീ ഏറ്റി കൊടുത്തനുഗ്രഹിക്കണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടാ? ഇനി ആരെങ്കിലും ഇൻഷാ അല്ലാ പെട്ടെന്ന്, ഒരുപാട് സമയമില്ല. ഇൻഷാ അല്ലാ ഇതുവായിരുന്നിട്ട് നല്ല പരിപാടി നമ്മുടെ അധ്യക്ഷർ പറഞ്ഞു വേഗം നല്ല സമ്പ്രദായമാണ്. 10-10:30 മുമ്പൊക്കെ പിരിഞ്ഞു പോയിട്ട് ഇതൊക്കെ നല്ലതാണ്. അല്ലാഹു തആല രണ്ട് വിഷയം ആരോഗ്യവും ബറക്കത്തുമാണ്. ഒന്ന്, ഇശാ കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങുക, ദിക്ർ അൽഹംദുലില്ലാ. ഒരാൾ കൂടി, അയാളെ പേര് ഇമ്രാൻ. അല്ലാഹുവേ, ഇമ്രാൻ നബിന്റെ ബറക്കത്ത് കൊണ്ട് അയാളെ നീ ഖൈറിലാക്കണേ അല്ലാ. ഇമ്രാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് റഹ്മത്തും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകളെ ദൂരീകരിക്കണേ അല്ലാ. ഇമ്രാനിൽ നിന്ന് മരിച്ചുപോയ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. ഇമ്രാനും കുടുംബത്തിലും നീ സന്തോഷം നൽകുക അല്ലാ. ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കല്ല. ബുദ്ധിമുട്ടുകളെ ദൂരീകരിക്കണേ അല്ലാ. റഹ്മത്തും ബറക്കത്തും ഏറ്റി കൊടുക്കണേ അല്ലാ.
ഖദീജമ്മ മഷംബിക്ക്, മരിച്ചുപോയ ഇസ്മായിൽ അല്ലേ, മരിച്ചവരുടെ പേരിൽ മരിച്ച പേരുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി ഖദീജമ്മ. അല്ലാഹുവേ 6666 അല്ലേ അല്ലേ അല്ലാഹുവേ ആ സഹോദരിയുടെ സദഖ നീ കബൂലാക്കണം അല്ലാഹുവേ ഖദീജ ബീവി മഹാന്മാരുടെ ഖബറിലേക്ക് നീ അതിൻ്റെ എല്ലാ മഹാത്തുക്കളുടെ സന്തോഷം കൊണ്ട് അവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ ആ മരിച്ചവരുടെ പേരിൽ അവർ തന്നത് അല്ലാഹുവേ നീ റഹ്മത്തും റാഹത്തും നൽകണേ. അത് ഖദീജമ്മന്റെ പേരിൽ തന്നതാ, ഖദീജമ്മ തന്നതാ? മനസ്സിലായിട്ടില്ല. ഖദീജമ്മ എന്ന് പറഞ്ഞ ആളെ പേരില്ല. മരിച്ചവരുടെ പേരിൽ ഇസ്മായിൽ, ഖദീജമ്മ, മഷംബിക്ക് എന്തോ എഴുതിയിട്ടുണ്ട്. ഏതോ അല്ലാഹുവേ, ഏതായാലും അല്ലാഹുവേ അവരിൽ നിന്ന് ആ മരിച്ചുപോയവർ ആരാണ് അവരെ അറിയുന്നവരും പേരും ആളെയും അറിയുന്ന റബ്ബേ അവരുടെ മരിച്ചവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ നീ കബൂലാക്കണേ ആ എഴുതിച്ചവർക്ക് നീ റാഹത്ത് നൽകണേ അവരുടെ മുറാദുകളെ ഹാസിലാക്കണേ ആ മരിച്ചവർക്ക് സന്തോഷവും റഹ്മത്തും റാഹത്തും ബറക്കത്തും ഏറ്റിക്കൊടുക്കണേ ഖബർ ജീവിതത്തിൽ ഇതൊരു സന്തോഷമായി, ഒരു സമ്മാനമായി ഈ സമയം തന്നെ നീ എത്തിച്ചു കൊടുക്കണേ അത് കൊടുത്തവർക്ക് റഹ്മത്തും ബറക്കത്തും ഏറ്റി കൊടുക്കണേ ഷെരീഫ് എന്ന് പറയുന്ന ഒരാള് ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹുവേ ഷെരീഫിന് നീ ഖൈർ നൽകണേ റാഹത്ത് നൽകണേ സന്തോഷം നൽകണേ ഖൈറും ബറക്കത്തും റഹ്മത്തും ഏറ്റിക്കൊടുക്കണേ ഷെരീഫിനും വേണ്ടപ്പെട്ടവർക്കും നീ റാഹത്ത് നൽകണേ ഖൈർ നൽകണേ അവരെയും കുടുംബത്തെയും നീ ഏറ്റെടുക്കണേ റഹ്മത്തും ബറക്കത്തും ഏറ്റിക്കൊടുക്കല്ല സലാമത്തും സന്തോഷവും നൽകണേ പെണ്ണുങ്ങളൊക്കെ ബാക്കിയുണ്ടെങ്കിൽ നാളെ പറയാം. ഇന്നാരെങ്കിലും എഴുതിച്ചവരുണ്ടെങ്കിൽ കൊണ്ടാ ഇൻഷാ അല്ലാ. ഇനി ബാക്കിയുള്ളവർ നാളെയൊക്കെ എഴുതിക്കും ഇൻഷാ അല്ലാ. എഴുതിച്ചവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചോളൂ ഇൻഷാ അല്ലാ. ബാക്കിയുള്ള ആളുകളുണ്ടെങ്കിൽ നാളെ പറയാം. ഇനി ആരെങ്കിലും പറയുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ നാളെയും മറ്റന്നാളൊക്കെ ഒരു അവസരമുണ്ട്. സ്ത്രീകളെ ഭാഗത്ത് എഴുതിച്ചതുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇനിയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ബാക്കിയുണ്ടെങ്കിൽ നാളെയൊക്കെ എഴുതിക്കുക. അല്ലാഹു നീ ഖൈർ നൽകണം റാഹത്തും റഹ്മത്തും ബറക്കത്തും പ്രദാനം ചെയ്യണേ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് പരിപാടികളുണ്ട്. എല്ലാവരും സഹകരിക്കുക. ഉണ്ടാ പെണ്ണുങ്ങളെ ഭാഗത്ത് എഴുതിച്ചതുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. അല്ലാഹു തആല റഹ്മത്തും ബറക്കത്തും ഏറ്റി തന്ന് അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ. രാത്രി പെട്ടെന്ന് ഉറങ്ങണം. രാത്രി വേഗം ഉറങ്ങുന്ന ആളുകൾക്ക് അള്ളാഹിന്റെ മലക്കുകളുടെ ദുആ ഉണ്ട് എന്നാണ്. രാത്രി വേഗം ഉറങ്ങുന്ന ആൾക്ക് രാവിലെ തഹജ്ജുദിന്റെ നേരത്ത് എണീക്കുന്ന ആൾക്കും റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ ഉണ്ട് എന്നാണ്. രാത്രി വേഗം ഉറങ്ങി രാവിലെ തഹജ്ജുദിന്റെ നേരത്ത് എണീക്കുന്ന ആളുകൾക്ക് അള്ളാഹിന്റെ റഹ്മത്തിന്റെ മലക്കുകളുണ്ട്. രാത്രി പെട്ടെന്ന് ഉറങ്ങൽ ആരോഗ്യത്തിന് നല്ലതാണ്. വ്യത്യസ്തങ്ങളായ ആയത്തുകളല്ലേ. ഉറക്ക് അനുഗ്രഹമാണ്, ഉറക്ക് സമാധാനമാണ്, ഉറക്ക് സന്തോഷമാണ്. ഉറക്ക് വരാത്തവർ അമ്മയത്തസാലൂനോദാം. ബുദ്ധിമുട്ടുകളുള്ളവർക്ക് ജിന്ന് സൂറത്തുകളോതാം. കണ്ണേറുകളുള്ളവർക്ക് മുസമ്മിൽ സൂറത്തുകളോതാം. ഇതൊക്കെ ഓതിയിട്ട് ദുആ ചെയ്യാം, മന്ത്രിക്കാം. റസൂലുള്ളാഹി തങ്ങളെ ഫലക്കും നാസും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൈ കൊണ്ട് തടവിയിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യൽ നല്ലതാണ്. ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുന്നു. ആണുങ്ങളൊക്കെ ഒന്ന് നിൽക്കുക. ഇരുന്നിട്ട് കുറേ ക്ഷണിച്ചല്ല, പെണ്ണുങ്ങൾ അവിടെ തന്നെ ഇരിക്കുക. ആണുങ്ങളൊക്കെ നിൽക്കുക. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് ഓടിക്കുക. ഇൻഷാ അല്ലാഹ് നിൽക്കുക എല്ലാവരും. ഒരു 5 മിനിറ്റ് നമ്മളിന്ന് മരിച്ചുപോയവർ ഉണ്ടാക്കും. എല്ലാവരും ഓർത്തിട്ട് ഈ സഹായിച്ചവർക്കൊക്കെ പറഞ്ഞ് അൽഹംദുലില്ലാഹ്. മുസ്തഫ 6666 റുപ്യ നമ്പർ. അല്ലാഹുവേ നീ കബൂൽ. മുസ്തഫ നിന്നല്ലേ എഴുതിയത്? അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മത്തും റാഹത്തും ബറക്കത്തും നൽകണേ മുസ്തഫാക്കും കുടുംബത്തിനും വേണ്ടപ്പെട്ടവർക്കും നീ റാഹത്ത് നൽകണേ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണേ ഖദീജമ്മ 3000 റുപ്യ മരിച്ചവരുടെ പേരിൽ അല്ലാഹുവേ നീ കബൂലാക്കണേ ഖദീജമ്മക്കും കുടുംബത്തിനും നീ ഖൈർ നൽകണേ മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കണേ അബ്ദുൾ റഹ്മാൻ 3000 റുപ്യ അല്ലാഹുവേ നീ കബൂലാക്കണേ അവരിൽ നിന്ന് മരിച്ചുപോയവർക്ക് പുറത്തു കൊടുക്കണേ അബ്ദുറഹ്മാനും അവരുടെ കുടുംബത്തിനും നീ ഖൈർ നൽകണേ ഫാത്തിമ 2000 റുപ്യ അല്ലാഹുവേ നീ കബൂലാക്കണേ വിഷമങ്ങൾ നീക്കി കൊടുക്കണേ ഇവരിൽ നിന്നെല്ലാം മരിച്ചുപോയവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ എല്ലാവരും ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി, അതുപോലെ ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കാം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
لا إله إلا الله 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 صلى الله على محمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم ചെല്ലു മുഅ്മിനീങ്ങളെ സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചവരുടെ എല്ലാവരെയും കരുതിയിട്ട് ഒരു ഫാത്തിഹ ഓതുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. മുഅ്മിനീങ്ങളെ, മനോഹരമായ ദർസ്. നിങ്ങളെപ്പോഴും പള്ളി ദർസ്, എത്ര 1000 സ്ഥാപനം വന്നാലും ഒരു പള്ളി ദർസിന് സമാനാകൂല. പള്ളി ദർസ് വലിയ ബറക്കത്താണ്. അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം. മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കണം, അവർക്ക് വസ്ത്രം ഭക്ഷണം ഒക്കെ കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഇനിയും മുത്തഅല്ലിമീങ്ങൾ ഒരുപാട് ഉണ്ടാകാൻ ഈ പരിസരത്തുകാർ നിങ്ങൾ കൂട്ടായി പിടിക്കണം. പള്ളി വിശാലമാക്കാൻ എല്ലാവരും കഴിയുന്ന പോലെ സഹായിക്കണം. ശരീഅത്ത് കോളേജൊക്കെ തുടങ്ങുന്ന ഉദ്ദേശമുണ്ടെന്ന് പറഞ്ഞു. അതെല്ലാത്തിലും നിങ്ങൾ നല്ല രൂപത്തിൽ, നല്ല ഒറ്റക്കെട്ടോടെ, ഐക്യത്തോടെ, നാട്ടിൻ്റെ ഐക്യം ആ നാട്ടിൻ്റെ ബറക്കത്താണ്. അങ്ങനെ ഐക്യത്തോടെ നിലനിൽക്കണം. ഉമ്മാനെയും ഉപ്പാനെയും ബേജാറാക്കാൻ പാടില്ല. ഭാര്യയുടെ മനസ്സ് വേദനിപ്പിക്കരുത്. ഭർത്താവിന് ടെൻഷനും വിഷമവും സ്ട്രെസ്സും ഉണ്ടാകുന്ന രൂപത്തിൽ പ്രവർത്തിക്കരുത്. മക്കള് കള്ളിന്, കഞ്ചാവിന്, വ്യഭിചാരത്തിന്, കളി വിനോദങ്ങൾക്ക്, വേണ്ടാത്തരങ്ങൾക്ക് അടിമപ്പെടാതെ മക്കളെ കാത്തു സൂക്ഷിക്കണം. എല്ലാത്തിനും പുറമെ അള്ളാഹുവോട് നല്ലോണം ദ്വാരക്കണം. മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും ഉമ്മാനെയും ഉപ്പാനെയും, ഭർത്താവിൻ്റെ ഉമ്മാനെയും ഭർത്താവിൻ്റെ ഉപ്പാനെയും ഒക്കെ സ്നേഹിക്കുന്ന മനസ്സ് നമുക്കുണ്ടാകണം. സാധു സ്വഭാവത്തിൻ്റെ ഉസ്താദാണ്. ഉസ്താദിന് അള്ളാഹു റഹ്മത്തും ബറക്കത്തും ചെയ്യട്ടെ. പ്രസിഡന്റ് പ്രിയങ്കരനായ ഷെയ്ഖ് ബാവ ഹാജിക്ക് വേണ്ടി ഒരുപാട് മുമ്പ് ദ്വാരുന്നിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന മഹല്ലുകളിലൊക്കെ ഒരുപാട് പാവങ്ങൾക്കൊക്കെ രഹസ്യമായി ആളെപ്പോലും കാണാത്ത രൂപത്തിൽ സഹായ സഹകരണങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്ന ഒരു നല്ല വ്യക്തിത്വമാണ്. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ഖിദ്മത്തുകൾ, സേവനങ്ങൾ അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിനും കുടുംബത്തിലും റഹ്മത്തും ബറക്കത്തും ഏറ്റിക്കൊടുക്കണേ അല്ലാ. ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ, ഇവിടെ സഹകരിക്കുന്ന സഹായിക്കുന്ന എല്ലാവർക്കും അള്ളാഹു തആല ഖൈറും ബറക്കത്തും നൽകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ദോഷങ്ങളെ വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാ. ഹലാലായ മുറാദുകളെ ഹാസിലാക്കണേ അല്ലാ. റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ. മക്കളുടെ കല്യാണ കാര്യം റാഹത്തിലാക്കണം അല്ലാ. വീടിൻ്റെ കാര്യം എളുപ്പത്തിലാക്കണേ അല്ലാ. ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇവിടെ സംഭാവന ഏറ്റെടുത്തവരെയും കുടുംബത്തെയും നീ ഏറ്റെടുക്കണേ അല്ലാ. ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കണേ അല്ലാ. റഹ്മത്തും റാഹത്തും നൽകണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിപ്പുള്ള ഉമ്മാക്കും ഉപ്പാക്കും റാഹത്ത് നൽകണേ അല്ലാ. ഒരുപാട് കാലം ഉമ്മാന്ന് വിളിക്കാൻ, ഉപ്പാന്ന് വിളിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. ബുദ്ധിമുട്ടുകളിൽ നിന്ന് ദൂരീകരിക്കണേ അല്ലാ. കടങ്ങളെ വീട്ടിത്തരണം അല്ലാ. ചതിയന്മാരെ ചതിയെ തൊട്ട് കാക്കണേ അല്ലാ. അസൂയാളികളെ അസൂയിൽ നിന്ന് കാക്കണേ അല്ലാ. ഫിത്നക്കാരുടെ ഫിത്നയിൽ നിന്ന് കാക്കണേ അല്ലാ. ഈ ജമാഅത്തിന് നീ ഐക്യം നൽകണേ അല്ലാ. സമുദായത്തിന് നീ ഐക്യം നൽകണേ അല്ലാ. സമുദായത്തിന്റെ ആലിമീങ്ങളിൽ ഖൈർ നൽകണേ അല്ലാ. റഹ്മത്തും റാഹത്തും ബറക്കത്തും നൽകണേ അല്ലാ. ദീനിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ നീ ഖൈർ നൽകണേ അല്ലാ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഭാര്യമാർ, അവർക്ക് റാഹത്തും ആഫിയത്തും നൽകണേ അല്ലാ. ഇവിടെയുള്ള പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർക്ക് ഖൈർ നൽകണേ അല്ലാ. ഓൺലൈനിലൂടെ പരിപാടി വീക്ഷിച്ചവർ, അവർക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാ. ഇവിടത്തെ ഉസ്താദന്മാർക്കും മുത്തഅല്ലിമീങ്ങൾക്കും ഖൈർ നൽകണേ അല്ലാ. കമ്മിറ്റി ഭാരവാഹികൾക്ക് റാഹത്ത് നൽകണേ അല്ലാ. ചതിവഞ്ചന, അസൂയ, അഹങ്കാരം ഞങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റണേ അല്ലാ.
ഈമാനും ഇഖ്ലാസും തഖ്വയും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇസ്സത്തോടെ ജീവിപ്പിക്കണേ അല്ലാ. മൈഷത്തിന് വേണ്ടി ആരാന്റെ മുന്നിൽ കൈനീട്ടപ്പെടുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾ ആരെയും നീ ഇസ്സത്ത് കെടുത്തല്ല അല്ലാ. അല്ലാ, ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ അല്ലാ. സ്കൂള് വാൻ അപകടത്തിൽപ്പെട്ട് ഒരുപാട് മക്കളുടെ കാല് നഷ്ടപ്പെട്ടു പോയി. ഒരുപാട് അപകടങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് മക്കൾ നഷ്ടപ്പെട്ടു പോയി. അല്ലാ, ഞങ്ങളെ മക്കൾ മദ്രസയിൽ പോകുന്നു, സ്കൂളുകളിൽ പോകുന്നു, കോളേജുകളിൽ പോകുന്നു. നീ അവരെ കാക്കണേ അല്ലാ. നീ അവരെ രക്ഷപ്പെടുത്തണേ അല്ലാ. നീ അവരെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അല്ലാ, ഭാര്യമാരെ മനസ്സിലാക്കാതെ അക്രമമായി പെരുമാറുന്ന ഭർത്താക്കന്മാർ അവരുടെ സ്വഭാവം നന്നാക്കല്ലാ. ഭാര്യമാരെ സ്നേഹിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഭർത്താക്കന്മാരെ നോക്കാതെ സ്നേഹിക്കാത്ത ഭാര്യമാർ അവരുടെ സ്വഭാവം നന്നാക്കണേ അല്ലാ. ഭാര്യ ഭർത്താക്കന്മാരിൽ സ്നേഹവും സന്തോഷവും നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങൾക്കെല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാ. എപ്പോഴാണ്, എവിടെയാണ്, എങ്ങനെയാണ് മരിക്കുകയെന്നറിയില്ലെങ്കിലും ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. നല്ല മരണം നൽകണേ അല്ലാ. അല്ലാ, വാഹനത്തിനടിയിൽ കിടന്ന് ചരഞ്ഞറിഞ്ഞ് മരിക്കുന്ന മരണത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കപ്പെടുന്ന മരണത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ. ചീഞ്ഞു നാറുന്ന മയ്യത്താകുന്നതിനെ തൊട്ട് നീ കാക്കണേ അല്ലാ. സ്വർഗം കണ്ടിട്ട് പുഞ്ചിരിച്ചു കൊണ്ടിട്ട് ആരംഭപ്പൂവായ മുത്ത് റസൂലുള്ളാഹ് തങ്ങളെ കണ്ടിട്ട് മരിപ്പിക്കണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് കറുത്ത പുറപ്പെട്ട് മൂടിക്കിടക്കുന്ന കഅബ കൺകുളിർക്കെ കാണാൻ, ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ ഞങ്ങളുടെ നേതാവ് ആരംഭപ്പൂവായ മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ പോയി സ്വലാത്തും സലാമും ചൊല്ലാൻ, മുത്ത് തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ, അല്ലാതെയും കാണാൻ, ഹബീബ് തങ്ങളെ ഇഷ്ക് വെക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാ, മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് കട്ടിലേറ്റ് പള്ളിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് നിസ്കരിച്ച് 6 അടി മണ്ണാകുന്ന ഖബറിൽ ഞങ്ങളെ കൊണ്ടുപോയി കടത്തുന്ന ദിവസമുണ്ട്. പാമ്പുകളുള്ള ഖബറ്, തേളുകളുള്ള ഖബറ്, തീനാളങ്ങളുള്ള ഖബറ്. അല്ലാ അല്ലാ, സ്വർഗത്തിലെ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനായ ഉസ്മാൻ തങ്ങൾ പോലും പേടിച്ച് കരഞ്ഞ ഖബറ്. അല്ലാ, ഖബറിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരിച്ചവരെയും നീ കാക്കണേ അല്ലാ. പാവങ്ങളായ ഞങ്ങളെ നരകത്തെ തൊട്ട് കാക്കണം അല്ലാ. മാതാപിതാക്കളോടെ, ഭാര്യമക്കളോടെ, കൂട്ടുകുടുംബങ്ങളോടെ, ഭക്ഷണം തന്നവരോടെ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ മുത്തഅല്ലിമീങ്ങൾ, ഇവിടുത്തെ മുത്തഅല്ലിമീങ്ങൾ, അവർക്ക് ഭക്ഷണം കൊടുത്ത എല്ലാവരുടെയും കൂടെ, ബദരീങ്ങളുടെ കൂടെ ആരംഭപ്പൂവായ മുത്ത് റസൂലുള്ളാഹ് തങ്ങളുടെ കൂടെ സുഖലോക സ്വർഗം നൽകണേ അല്ലാ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലം. ഒരാൾ ദ്വാരക്കാൻ സംഭാവന തന്നിട്ടുണ്ട്. അല്ലാഹു നീ കബൂലാക്കണം. അല്ലാഹ് ബറക്കത്ത് ചെയ്യണേ. അല്ലാഹ് എല്ലാവരും ദ്വാ ചെയ്യുക. ലേശം പനിയാണ്. നിരന്തരമായി ഉള്ള ദിവസങ്ങളിലൊക്കെ വയലുണ്ട്. ആഫിയത്തിനും ആരോഗ്യത്തിനും വേണ്ടി നിങ്ങളൊക്കെ ദ്വാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.